സാക്ഷാൽ വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടാണ് തുളസിയുടെ തത്വത്തെ പറയുന്നത്. ലക്ഷ്മി ദേവി തന്നെയാണ് തുളസിയായി പരിണമിച്ചത് എന്നും പറയുന്നു. അപ്പോൾ ഈ തുളസി ചരിതം നമ്മൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ധർമ്മധ്വജൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന് മാലതി എന്ന് പറയുന്ന ഭാര്യ, വളരെ ശ്രേഷ്ഠമായ ധർമ്മധ്വജൻ, ആ പേരിൽ തന്നെയുണ്ട് ധർമ്മത്തെ ധ്വജമാക്കിയവൻ. ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്യത്തിൻ്റെ ആചരണമാണ് ധർമ്മം. അപ്പോൾ ധർമ്മിഷ്ഠനായ രാജാവ്, അതായത് ഈശ്വരതുല്യൻ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരാർപ്പിതമായി കാര്യങ്ങൾ ചെയ്യുന്ന ശ്രേഷ്ഠ സ്വഭാവത്തോടു കൂടിയ ആളാണ് ആര്? ധർമ്മധ്വജൻ. അപ്പോൾ ധർമ്മധ്വജൻ എന്ന് പറയുന്ന രാജാവിന് വളരെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് ദേവീ ഉപാസനകളൊക്കെ നടത്തി അദ്ദേഹത്തിന് ഒരു പുത്രി ജന്മമെടുത്തു. ആ പുത്രിക്ക് വളരെ വിദ്വാനായിട്ടുള്ള ആചാര്യൻ്റെ ഉപദേശമനുസരിച്ചിട്ട് തുളസി എന്ന് നാമകരണം ചെയ്തു. ഈ തുളസി എന്ന നാമത്തിൻ്റെ അർത്ഥം എന്താ? തുളസി എന്നതിൻ്റെ എന്താ? പകരം വെക്കാൻ, തുലനം ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? പകരം മറ്റൊന്നിനെ തുലനം ചെയ്യും, ഇതിന് തുല്യമായി വേറൊന്നും ഇല്ല. അത്രയും ശ്രേഷ്ഠമായ ഭാവത്തെ. കാരണം എന്തുകൊണ്ടാണ് ഈ ആചാര്യ ശ്രേഷ്ഠൻ ഇത് പറഞ്ഞു വെച്ചാൽ, അദ്ദേഹത്തിന് ഈ ഒരു കുഞ്ഞു ആ ഒരു ഭഗവതിയുടെ അവതാരമാണെന്നുള്ള ഭാവം മനസ്സിലാക്കിക്കൊണ്ടുമാണ്. മാതാപിതാക്കൾ ആ പേരിട്ടതിന് മറ്റൊരർത്ഥമുണ്ട്, സാക്ഷാൽ ഭഗവതിയെ പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം. ഇനി അങ്ങനെ ഒന്നുമല്ലെങ്കിൽ പോലും ഏതെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പകരം വെക്കാനുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞിനെ തരാം, അതിനേക്കാൾ നല്ല നിൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താന്ന് പറയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഒരു മാതാപിതാക്കൾക്കും അവരവരുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല? തുലനം ചെയ്യാൻ പറ്റില്ല. അത്ര കണ്ട് ശ്രേഷ്ഠമായിട്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ മാലതി വളരെ രാജാവ് എല്ലാവിധമായ വിദ്യയും അറിവുകളൊക്കെ കൃത്യമായി, കാരണം മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വളർന്നു വരുന്നവർക്ക് ആവശ്യമായ ജ്ഞാനത്തെ പകർന്നു, എല്ലാ തരത്തിലുള്ള ജ്ഞാനത്തെയും പകർന്നു കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടി വളർന്നു വരുന്നു. ഈ കുട്ടിയുടെ മനസ്സിൽ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു മോഹമുണ്ട്. സാക്ഷാൽ വൈകുണ്ഠനാഥനായ വിഷ്ണുവിനെ, മനസ്സിലായില്ലേ, എനിക്ക് നാഥനായി ലഭിക്കണം, വിഷ്ണു ഭഗവാനെ തൻ്റെ ജീവിതത്തിൽ വരനായി ലഭിക്കണം എന്നൊരു ആഗ്രഹം ആർക്കുണ്ട്? ഈ കുട്ടിക്കുണ്ട്. ഈ കുട്ടി ഒരു ദിവസം ആരോടും പറയാതെ കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോയി. കൊട്ടാരം വിട്ട് പോയിട്ട് ബദര്യാശ്രമം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ബദര്യാശ്രമത്തിൽ എത്തിച്ചേർന്ന് ആ ബദര്യാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തപസ് ആരംഭിച്ചു. യൗവനയുക്തമായ പെൺകുട്ടി, സാധാരണ യൗവനകാലത്ത് മറ്റ് വിഷയങ്ങളിലേക്കായിരിക്കും പലരും നമ്മുടെ ശ്രദ്ധയൊക്കെ പോകുന്നത്, അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണ്. യൗവനകാലം മുഴുവൻ ജീവിതത്തിൻ്റെ മറ്റ് സുഖങ്ങളുടെ പുറകിൽ ഓടി നടന്നിട്ടാണ് ആ സുഖങ്ങളൊക്കെ അല്ലേ കഴിഞ്ഞ് ആസ്വദിച്ച് കഴിയുമ്പം വാർദ്ധക്യകാലത്ത് വിരസത തീർക്കാൻ ആത്മീയതയിലേക്ക് വരുന്നവരും കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ യൗവനകാലത്ത് തന്നെ ഈ കുട്ടി എന്ത് ചെയ്തു? തപസ്സിലേക്ക് മുഴുകി. ആ തപസ്സിൽ ഈ ബദര്യാശ്രമത്തിനൊരു പ്രത്യേകത. എന്നതാ ബദര്യാശ്രമത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തിരുന്നു. നരനാരായണന്മാരുടെ തപോകേന്ദ്രമാണ് ബദര്യാശ്രമം. നരനാരായണന്മാരെന്ന് പറഞ്ഞാൽ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. കൃഷ്ണനും അർജുനനുമായി മാറി വന്നത് ഈ നരനാരായണന്മാരാണ് എന്ന് പറയുന്നത്. ആ നരനാരായണന്മാരാണ് ഇന്ദ്രൻ്റെ അല്ലേ ആ വിക്രിയെ അതിജീവിച്ചവർ. ഇന്ദ്രൻ മോഹിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ വിട്ടു, കാമദേവനെയും മറ്റു സുന്ദരികളെയൊക്കെ വിട്ടപ്പോൾ കാമത്തെ ജയിക്കുന്ന സ്ഥലമാണ് ബദര്യാശ്രമം. മനസ്സിലായില്ലേ? അങ്ങനെ ജയിച്ചിട്ടുള്ളവരാണ് ആര്? നരനാരായണന്മാർ. അപ്പോൾ ആ നരനാരായണന്മാരുടെ തപോകേന്ദ്രം എന്ന് പറയുന്ന ആ സ്ഥാനത്തിന് അതിൻ്റെ മഹത്വം ഉണ്ട്. ഇതേ ബദര്യാശ്രമത്തിലേക്കാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഏറ്റവും അടുത്ത ആത്മമിത്രമായ മന്ത്രിയായ ജ്ഞാനിയായ ഉദ്ധവരെ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തപസ് ചെയ്യാൻ പറഞ്ഞു വിടുന്നത്. എവിടെ പോയി തപസ് ചെയ്യുക? ബദര്യാശ്രമത്തിൽ പോയി തപസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ മഹാത്മാക്കളുടെ പുണ്യസ്ഥലത്തിന്, ആ സ്ഥലത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ലേ? ആ സ്ഥലത്തേക്ക് എത്തപ്പെടുമ്പം തന്നെ നമ്മുടെ മനസ്സിനത് സ്വാധീനിക്കപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള ശ്രേഷ്ഠമായ സ്ഥാനമാണ് ബദര്യാശ്രമം. ഈ ബദര്യാശ്രമത്തിൽ പോയി തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മദേവനോട് തൻ്റെ ഇംഗിതം തുറന്നു പറഞ്ഞു, എന്താ? സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിനെ തനിക്ക് ഭർത്താവായി ലഭിക്കണം. അപ്പോൾ വിഷ്ണു ഭഗവാനെ ഭർത്താവായി ലഭിക്കണം എന്നുള്ള ആഗ്രഹം ആ കുട്ടി അറിയിച്ചു.
ബ്രഹ്മാവ് അഭീഷ്ടം സാധിക്കട്ടെ എന്ന് വരവും കൊടുത്തു. ഈ വരമൊക്കെ നേടിയതോടുകൂടി ഈ കുട്ടി നേരെ തിരിച്ച് കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് ജീവിക്കുമ്പോഴും ഭൗതികമായ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു ആധ്യാത്മികമായ തരത്തിൽ ഒരു വിരക്തമായ ഭാവത്തിൽ ലൗകിക വിഷയങ്ങൾ താല്പര്യം കുട്ടി ഇങ്ങനെ ജീവിക്കുകയാണ്. മാതാപിതാക്കൾക്കാകട്ടെ അവരെപ്പോഴും ഇല്ലേ, നമ്മളൊക്കെ സന്യാസിമാരെ കണ്ടാൽ തൊഴുതും, പക്ഷെ നമ്മുടെ മക്കൾ സന്യാസിയാവണമെന്ന് പറഞ്ഞാലോ യോ വേണ്ട കേട്ടോ, എന്തോ ആപത്തുള്ള ആൾക്ക് നമ്മൾ തടയും. ആ ഭാവമാണ് നമ്മൾ മാറേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് എത്താൻ, അങ്ങനെ ഒരു തലത്തിലേക്ക് എത്താനൊരു ഭാഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ചോദിക്കും മക്കൾ വേണ്ടേ, അവരെ നോക്കാൻ മക്കൾ വേണ്ടേ? മക്കളും മക്കളുടെ മക്കളൊക്കെ നോക്കും നോക്കത്തില്ല എന്നൊക്കെ ഒരു വിശ്വാസം മാത്രമാണ് അല്ലേ? ആ വിശ്വാസം 100% ശരിയാണെന്ന് ഉറപ്പുമല്ലോ ഉണ്ടോ? ഒരുറപ്പില്ല. ചിലർ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്ന ധനത്തിൻ്റെ അളവ് പറഞ്ഞിട്ടായിരിക്കും മക്കൾ ചിലപ്പോൾ അവരെ നോക്കാതെ പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അവരുടെ പ്രീതിക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കും. ജീവിതകാലം മുഴുവൻ നമ്മൾ പട്ടിണി കിടന്ന് സമ്പാദിച്ച് അവർക്ക് വേണ്ടി മാറ്റിവെക്കും. മനസ്സിലായില്ലേ? അവസാനം അതിൻ്റെ അളവ് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയപ്പെടുന്നത് അത്തരം കാര്യങ്ങളൊന്നും അല്ല. എന്ന് വെച്ചാൽ മക്കൾ വേണ്ടാന്നോ സമ്പാദ്യം വേണ്ടാന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ ഈ കുട്ടിയെയും എന്ത് ചെയ്തു, മാതാപിതാക്കൾ നമ്മളെപ്പോലെ തന്നെ ചിന്തിച്ചു. അവർ വിവാഹം കഴിച്ചയപ്പിക്കാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ വിവാഹാലോചനകളൊക്കെ നടത്തി. ഈ വിവാഹാലോചനകളിൽ അതീവ സുന്ദരന്മാരായ ശക്തിമാന്മാരായ സമ്പന്നന്മാരായ രാജകുമാരന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പോലും ആലോചനകളൊക്കെ നടത്തി. ഈ ആലോചനകളൊക്കെ നടത്തുന്ന സമയത്തും ഈ പെൺകുട്ടിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ കൃഷ്ണനെ തന്നെ മനസ്സിൽ ധരിച്ച് എൻ്റെ കൃഷ്ണൻ എന്ന് വരും എന്നെ സ്വീകരിക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്നുള്ള ആ ചിന്തയ്ക്കൊരു വിരാമം ഇട്ടുകൊണ്ട് വീണ്ടും തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദരിയാശ്രമത്തിലേക്ക് വീണ്ടും ആര് പോയി? തുളസി പോയി. അങ്ങനെ ബദരിയാശ്രമത്തിലേക്ക് തപസ് ചെയ്യാൻ ചെന്നു. അങ്ങനെ ബദരിയാശ്രമത്തിലേക്ക് തപസ് ചെയ്യാൻ ചെല്ലുമ്പോഴും ഒരു ഭാഗത്ത് തപസ്സിനോടുള്ള താല്പര്യം വിരക്തിയുണ്ട്, മറുഭാഗത്ത് കൃഷ്ണനോടുള്ള കാമനയുണ്ട്. മനസ്സിലായില്ലേ? രണ്ട് ഭാഗമാണ്, ദ്വന്ദ്ഭാവമാണ്. മനസ്സിലായി? പൂർണ്ണ വിരക്തിയാണോ? അല്ല. എന്താ കാരണം? മോഹമുണ്ട്. എന്തിനോടുള്ള മോഹം? ഭഗവാനെ ഭർത്താവായി ലഭിക്കാനുള്ള മോഹമുണ്ട്. അപ്പോൾ സത്മോഹമാണ്, ദുർമോഹമല്ല, സത്മോഹമാണ്, സത്കാമനയാണ്. പക്ഷെ അതിനോടൊപ്പം എന്താണ്? ഒന്നിനോടും അടുക്കാത്ത സ്വഭാവമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭാവത്തോട് കൂടിയിട്ടാണ് അവിടെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദരിയാശ്രമത്തിലെത്തി. ഈ തപസ് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഗന്ധർവാസുരൻ, ശംഖുചൂടൻ എന്ന പേരുള്ള ഒരാൾ, ഒരു യുവാവ് തപസ് ചെയ്യാൻ വന്നു. അപ്പോൾ ഈ യുവാവിൽ കണ്ടു. ഈ യുവാവിനോട് എന്തോ ഒരു മാനസികമായൊരു ആകർഷണത്വം ആർക്ക് തോന്നി? ഈ തുളസിക്ക് തോന്നി. അങ്ങനെ രണ്ടു കൂട്ടരിലൂടെ തപസ് ചെയ്യാൻ വന്നു. അങ്ങനെ രണ്ടു കൂട്ടരും തപസ് ചെയ്യാൻ വന്നപ്പോൾ ഈ ശംഖുചൂടൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ആരാണ്? സാധാരണഗതി യൗവനയുക്തമായ അവസ്ഥയിൽ എപ്പോഴും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം ജീവിതത്തിൽ മറ്റു സുഖസൗകര്യങ്ങളിലേക്കാണ് മനസ്സ് പോകുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ വിരക്തമായി ഈ കഠിനമായ തപസ് ചെയ്യാൻ എന്താണ് നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാനിങ്ങനെ ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയാണ്. എനിക്ക് ശ്രീകൃഷ്ണൻ എൻ്റെ വരനായി വരണമെന്നുള്ളതാണ് എൻ്റെ മോഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തപസ് ചെയ്യാൻ വന്നത് എന്നുള്ള വൃത്താന്തങ്ങളൊക്കെ ആര് പറഞ്ഞു? ഈ പെൺകുട്ടി അറിയിച്ചു. ഈ പെൺകുട്ടി അറിയിച്ചിട്ട് ചോദിച്ചു, അങ്ങാരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ശംഖുചൂടനാണ്, ഒരു ഗന്ധർവാസുരനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവർ രണ്ടുപേരും ഇവരുടെ പൂർവ്വവൃത്താന്തം പറയും. എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ഒരു അടുപ്പം തനിക്കുണ്ടായതെന്ന് ആര് പറയുന്നു? തുളസി പറയാണ്. എന്തെങ്കിലും ഒരു അടുപ്പം ഉണ്ടാകണമെങ്കിൽ അതിൽ കാരണം വരത്തില്ലേ അല്ലേ? ഏതൊരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ പൂർവ്വജന്മത്തിൽ ഒരു ശാപം നിമിത്തം, അതുപോലെ ത്രിദേവിമാരായിരുന്ന സരസ്വതിയും അതുപോലെ തന്നെ ലക്ഷ്മിയും തമ്മിൽ ഇടയ്ക്കൊരു തർക്കം ഉണ്ടായി. ഈ തർക്കത്തിലേർപ്പെട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിച്ചു. ആ ശകാരിച്ചതിൻ്റെ ഫലമായിട്ട് ലക്ഷ്മി ദേവി ഒരു സസ്യമായി ജനിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ആ സസ്യമായി ജനിച്ചപ്പോൾ കൃഷ്ണൻ്റെ അവതാര കാലഘട്ടമായിരുന്നു. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ
അവതാര കാലഘട്ടത്തിൽ ഈ സസ്യമായി വന്നത് യമുനാ നദി തീരത്തായിരുന്നു, വൃന്ദാവനത്തിലായിരുന്നു. വളരെ സുഗന്ധപൂരിതമായ ഒരു ചെറു സസ്യമായിരുന്നു. ഈ സസ്യത്തിൻ്റെ ഇല കൃഷ്ണൻ തൻ്റെ സഖിമാരായ ഗോപികമാരോടൊപ്പം അവിടേക്ക് ഈ കാലിയൊക്കെ മേയിച്ചു വരുന്ന വേളകളിൽ ആ ഗോപികമാർക്കോടൊപ്പം ശിരസിലേക്ക് അവർ ചൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സുഗന്ധമുള്ള ആ ചെടിയുടെ കൊമ്പുകൾ ഒടിച്ച് ഇവിടെ തലയിൽ ചൂടിക്കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഗോപികമാർക്ക് ഈ കൃഷ്ണനോട് ഇഷ്ടം കൂടുമ്പോൾ എന്ത് ചെയ്യും, അവർ ഈ ഇലകളൊക്കെ പിച്ചി മാല കെട്ടി ആർക്ക് ചേർത്തും കൃഷ്ണന് ഇട്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കൃഷ്ണ ഗോപികമാരുടെ പ്രണയഭാവം കണ്ട്, മനസ്സിലായില്ലേ, അവരുടെ ആ മനോഭാവം കണ്ട് നിന്നിരുന്ന ഒരു സസ്യമാണ് ഇത്, ഈ സസ്യം. അപ്പോൾ ആ സസ്യത്തിന് ഒരാഗ്രഹം മനസ്സിൽ ജ്വലിച്ചു. ആ സസ്യത്തിന് തോന്നി, എനിക്കും ഇതുപോലെ ഈ ഗോപികമാർ കൃഷ്ണനോട് ചേരുന്നത് പോലെ, മനസ്സിലായില്ലേ, ആ കൃഷ്ണഭക്തിയായിട്ട് മാറാൻ സാധിക്കണമേ എന്നൊരു പ്രാർത്ഥന ആർക്കുണ്ടായി, ഈ സസ്യത്തിന് ഉണ്ടായി. ഈ സസ്യം തുളസി എന്ന തലത്തിലാണ് ഈ സസ്യത്തെ അറിയപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്നു. പക്ഷെ സസ്യമായ അവസ്ഥയിൽ അതിന് സാധിക്കുമോ? മനസ്സിലായില്ലേ? അങ്ങനെ ഈ ആഗ്രഹത്തോടു കൂടി ആ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോകുന്ന കാലം വരെയും, മനസ്സിലായില്ലേ, ആ കൃഷ്ണന്റെ ദർശനം കാംക്ഷിച്ചുകൊണ്ട് ഒരു തപസ്വിനിയെ പോലെ ഒരു വ്രതമെടുത്ത് ആ വ്രതത്തിന്റെ ഫലം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു തപോനിഷ്ഠയിലാര് നിന്നു, ഈ സസ്യം നിന്നു. അങ്ങനെ വൃന്ദാവനം വിട്ട് കൃഷ്ണൻ പിന്നീട് പോയല്ലോ. ആ വൃന്ദാവനം വിട്ട് കൃഷ്ണൻ പിന്നീട് പോകുന്ന വേളയിൽ, മനസ്സിലായില്ലേ, ആ പോകുന്ന വേളയിൽ കൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ ആഗ്രഹത്തെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, തൻ്റെ ആഗ്രഹത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവസാനം വാടിക്കരിഞ്ഞ് ആ സസ്യം, അതിനൊരു കാലാവധി ഉണ്ട്, കഴിഞ്ഞപ്പോൾ സസ്യം വാടിക്കരിഞ്ഞ് എന്ത് ചെയ്തു, അത് സ്വയം നിലം പതിച്ചു. അത് ആ വൃന്ദാവനത്തിൽ ഭഗവാന്റെ പാദരേണുക്കൾ പതിച്ച മണ്ണിലേക്ക് ലയിച്ചു ചേർന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ആ സസ്യം ലയിച്ചു ചേർന്നു. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ തുളസിയാണ് ഈ ജന്മത്തിൽ എന്തായി മാറിയ ധർമ്മധ്വജന്റെ പത്നിയായിട്ട് ജനിച്ചത്. അതാണ് കുട്ടിക്കാലം മുതൽ തന്നെ വിഷ്ണുവിനോടൊരു ആരാധന വന്നത്. ആ വിഷ്ണുവിനെ നേടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ജനിക്കപ്പെട്ടത്. അങ്ങനെയാണ് ധർമ്മധ്വജന്റെ പത്നിയായി മകളായിട്ട് വന്നത്. അങ്ങനെ തുളസിയായി വന്ന് പിറന്നത് എന്ന ചരിത്രം പറഞ്ഞു. ശംഖുചൂഡൻ തൻ്റെ പൂർവകത പറഞ്ഞു. ശംഖുചൂഡൻ പറയുന്നു, ഓ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധുക്കളാണ് കേട്ടോ, നമ്മൾ സ്വന്തക്കാരാണ്. എപ്പോഴാണ്? പൂർവ്വജന്മത്തിൽ. എന്താ കാരണം? പൂർവ്വജന്മത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും അടുപ്പമുണ്ടായിരുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, സുധാമ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുധാമ എന്ന് പറയുന്ന ആ സുഹൃത്താണ് ഇപ്പോൾ രാധയുടെ ആ ദേഷ്യം കൊണ്ട് അസുരനായി ശംഖുചൂഡനായ ഞാനായി ജനിച്ചത് എന്ന് പറഞ്ഞു. എന്താ കാരണം? ദേഷ്യത്തിൻ്റെ കാരണം ഈ രാധയ്ക്ക് കൃഷ്ണനോടുള്ള മമത കൂടുന്നത് കൊണ്ട്, ഈ കൃഷ്ണനോട് ആരെങ്കിലും കൂടുതൽ ഇടപഴകുന്നതും കൃഷ്ണനോട് ആരെങ്കിലും ദേഷ്യപ്പെടുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല, രാധയ്ക്ക് ഇഷ്ടമല്ല. അത് പൊതുവിൽ സ്ത്രീ സഹജമായ അല്ലേ ഒരു ഭാവമാണ്. മനസ്സിലായില്ലേ? എന്താ കാരണം? എനിക്ക് കിട്ടേണ്ടത് വേറൊരാളിലേക്ക് പോകരുത്, അത് എനിക്ക് തന്നെ കിട്ടണം. അവകാശവാദം എപ്പോഴും ആരും ഉന്നയിക്കും? സ്ത്രീയുടെ ലക്ഷണമാണ് അവകാശം അല്ലേ. പിടിച്ചു കെട്ടുക എന്ന് പറയും. നമ്മൾ സാധാരണ പറയും ഭർത്താവ് ഭാര്യയ്ക്ക് താലി കെട്ടിയെന്നാണ്. പക്ഷേ ഭാര്യ ആ സമയത്ത് തന്നെ ഭർത്താവിൻ്റെ അരയിൽ കെട്ടിക്കഴിയും. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ രീതി. കാരണം അത് അവകാശവാദം കുറ്റിയടിച്ച് ഉറപ്പിക്കും. അവകാശവാദം എപ്പോഴും സ്ത്രീകൾക്കുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഏറ്റവും കൂടുതൽ അവകാശവാദം പറയുന്ന അമ്മമാരല്ലേ അല്ലേ? എന്നോടിത് വേണ്ടായിരുന്നു, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ നിങ്ങളോട് ജീവിക്കുന്നത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അല്ലേ? ഈ അവകാശവാദം ഇപ്പോഴും എന്താ അശരണബോധമുണ്ട് സ്ത്രീത്വത്തിൽ പലപ്പോഴും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭീതി കൊണ്ടാണ് അവകാശം ഉറപ്പിക്കുന്നത്. മനസ്സിലായോ? ഈ ചിലർക്ക് ചില വസ്തു അവരുടേത് തന്നെയാണെന്ന് സംശയം വരുമ്പോൾ എപ്പോഴും പോയി പ്രമാണം എടുത്ത് നോക്കും. ഉറപ്പിച്ചു എൻ്റേത് തന്നെ. പറ്റിയിട്ട് എടുത്ത് നോക്കും, എൻ്റേത് തന്നെ. മനസ്സിലായില്ലേ? ഇതുപോലെ അശരണ ഒരു ഇതുണ്ട്. അതായത് എന്നെ ഉപേക്ഷിച്ചു പോകുമോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുമോ, ഈ നഷ്ടത്തെ, കാരണം എന്താ, സ്നേഹം കൂടുതൽ ഉള്ളത് സ്ത്രീത്വത്തിനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങോട്ട് കിട്ടണമെന്നൊരു ദുർമോഹമുണ്ട്. അത് ദുർമോഹമാണ് കേട്ടോ, ഒരു വ്യാമോഹം ഉണ്ട്. അപ്പോൾ അത് ചില സമയത്ത് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ നോക്കി ഈ അളവ് പോലും കൊണ്ട് ഡെയിലി ടേപ്പ് വെച്ച് അളക്കും.
മനസ്സിലായോ? ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഓരോ സ്വഭാവ സവിശേഷതകളാണ്. അതുകൊണ്ടാണ് ഈ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അലട്ടുന്നത്. അതുകൊണ്ടാണ് ഇവർ എപ്പോഴും അവകാശം, പുരുഷന്മാർ നേരെ തിരിച്ചാണ്, സ്വതന്ത്രതാബോധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നേരെ തിരിച്ചാണ്. മനസ്സിലല്ലേ? ആരെങ്കിലും അവകാശം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അടിമയായി പോകത്തില്ല, അങ്ങനെയൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല, ഞാൻ സ്വതന്ത്രനാണ്, മനസ്സിലായില്ലേ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, വേണമെങ്കിൽ എന്നെ അനുസരിച്ചോണം എന്നൊക്കെ പറഞ്ഞുള്ള ഭാവം ആര് പ്രകടിപ്പിക്കും? പുരുഷന്മാർ. ഇതാണ് ഈ വൈരുദ്ധ്യമായ രണ്ട് ഭാവങ്ങൾ. മനസ്സിലായില്ലേ? ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഒരു കുടുംബജീവിതം എന്നുള്ളതുകൊണ്ട് കുടുംബജീവിതം സത്യത്തിൽ ഒരു അത്ഭുതമാണ് കേട്ടോ. ഈ കുടുംബം എന്ന് പറയുന്നത് ലോകത്തിലൊരു വലിയ വിസ്മയമാണ്. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രതിസന്ധിയേറെ ഈ കാറ്റും കാർമേഘവും കോളും ചുഴികളും ഒക്കെ നിറഞ്ഞ ഒരു നദിയിലൂടെ വള്ളം തുഴഞ്ഞു പോകുന്ന കഴിവ് പോലെയാണ് ഒരു കുടുംബജീവിതത്തെ, അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് കൈവിട്ടു പോകും. ഇത് വളരെ പ്രയാസമുള്ള ഒരെന്താണ്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിദ്യ എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്, അല്ലേ? ബ്രഹ്മചര്യം, വിദ്യ നേടി, അറിവ് നേടി, പാകപ്പെട്ട് അതിലേക്ക് വരണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഘടന ഇതാണ്. ശരി, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ രാധയ്ക്ക് ഇത്തരത്തിലൊരു മമത കൂടുതൽ കൃഷ്ണനോടുണ്ട്. കൃഷ്ണൻ എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഗോപികമാരോട് പോലും ആര് കലഹിക്കും? രാധ കലഹിക്കുമായിരുന്നു. ഗോപികമാരോടൊക്കെ കൃഷ്ണൻ എല്ലാവരോടും ഒരുപോലെയാണ്. പക്ഷേ രാധ വരുമ്പോഴത്തേക്ക് കൃഷ്ണൻ പറയും ദോ വരുന്ന പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് മാറിയെന്ന് കൊടുക്കും. എന്താ കാര്യം? രാധയ്ക്ക് എപ്പോഴും കൃഷ്ണൻ തൻ്റേതാവണം. അപ്പോൾ അത് അത്രയും പിന്നെ ഭഗവാനോടുള്ള ഭാവമായതുകൊണ്ട് അതൊരു സദ്ഭാവവുമാണ്. ആ അർത്ഥത്തിൽ നമുക്കത് എടുക്കാം, മോശപ്പെട്ട അർത്ഥത്തിൽ എടുക്കണം എന്നില്ല. അപ്പം നമുക്കും രാധയെപ്പോലെ തന്നെ ഭഗവാൻ എൻ്റേതാണെന്ന തീവ്രമായ നിഷ്ഠ നമുക്കുണ്ടാകും, എങ്കിലേ നമുക്കും ആ തീവ്രഭാവത്തിൽ ഭഗവാനെ നേടാൻ സാധിക്കൂ. അപ്പോൾ അത് ഒരു സത്കർമ്മ തത്വത്തിൽ തന്നെ നമുക്കതെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രാധയ്ക്കൊരു വരമുണ്ട്. രാധ ആരെയെങ്കിലും 2 തവണ ദേഷിച്ച് ആരോടെങ്കിലും അത് പറഞ്ഞാൽ അതൊരു ശാപമായി മാറും. മനസ്സിലായില്ലേ? 2 തവണ ആവർത്തിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് ഫലിക്കും. അപ്പോൾ ഇവിടെ ഈ സുധാമ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണന് സുധാമയായിട്ടുള്ള അടുപ്പവും സ്നേഹമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സുധാമ നടന്ന് എവിടെയെങ്കിലുമൊക്കെ കാര്യത്തിന് പോകുമ്പോൾ പറയും കാല് കഴിക്കുന്നു പറഞ്ഞാൽ കൃഷ്ണൻ പറയും കുഴപ്പമില്ല ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് തോളിലെടുക്കും. ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല, രാധയ്ക്ക് ഇഷ്ടമല്ല. തൻ്റെ കൃഷ്ണൻ്റെ തോളിൽ കയറി അല്ലേ സുധാമ എടുത്തുകൊണ്ട് കിടക്കുന്ന ഇവൻ എന്തൊരു ദുഷ്ടനാണ്, കൃഷ്ണനെ കൊണ്ട് ചോപ്പിക്കുകയോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാറുണ്ട്. ഈ രാധ ഒരിക്കൽ ഈ കൂട്ടത്തിലൊരു ഗോപകുമാരനെ ശഹാരിക്കുന്ന കണ്ടപ്പോൾ ഈ സുധാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. സുധാമ ചോദിച്ചു, എന്താണ് രാധ ഇങ്ങനെയൊക്കെ എപ്പോഴും കയറി ഞങ്ങളെയൊക്കെ എന്നൊക്കെ ഭരിക്കാൻ വരുന്നത്? കൃഷ്ണൻ ഇതൊന്നും കണ്ട രാധ എന്ത് പറഞ്ഞാലും കൃഷ്ണൻ മിണ്ടാണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ച് പറഞ്ഞപ്പോൾ രാധയ്ക്ക് ദേഷ്യം വന്നു. ഇവർ തമ്മിലുള്ള കലഹം അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തു. രാധ ഈ സുധാമയോട് പറഞ്ഞു, നീ ഒരു അസുരനായി പോട്ടെ. ഈ സംസാരത്തിൻ്റെ 2 തവണ ഇത് ആവർത്തിച്ചു. മനസ്സിലായില്ലേ? അതോടുകൂടി സുധാമ ആ അസുരഭാവത്തിലേക്ക് എത്തപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തി. അതോടുകൂടി ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടം വിട്ടുപോയി. ഭഗവാൻ നേരെ എല്ലാവരെയും വിട്ട് വൃന്ദാവനത്തിൽ നേരെ കംസനിഗ്രഹത്തിന് വേണ്ടി മധുരയിലേക്കും പോയി. പിന്നെ ഭഗവാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭഗവാനെ വേറിടുന്ന കാലത്ത് ഇങ്ങനൊരു ശാപവും വഹിച്ചുകൊണ്ട് സുധാമ എവിടെ പോയി? ഹിമാലയത്തിലെത്തി അവിടെ ഇരുന്നു കൊണ്ട് തപസ് ചെയ്തു. മനസ്സിലായില്ലേ? ഭഗവാനെ ഈ ശാപങ്ങളൊക്കെ അകന്ന് എനിക്ക് വീണ്ടും നിന്നിലെത്താൻ സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയോടിരുന്നു. അങ്ങനെ ആ ജന്മം കഴിഞ്ഞിട്ടാണ് ആരായിട്ട് ജനിക്കുന്നത്? ശംഖചൂഡനായി ജനിക്കുന്നത്. അങ്ങനെ നോക്കിയ 2 പേർക്കും പൂർവ്വബന്ധം കൃഷ്ണനുമായിട്ട് ഉണ്ട്. 2 പേരും തമ്മിൽ ബന്ധുക്കളുമാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു, മനസ്സുകൊണ്ട് ഇവർ അടുത്തു. അപ്പോൾ ഇവിടെ ചോദിച്ചു, കൃഷ്ണനെ നേടാൻ വേണ്ടിയിട്ടാണല്ലോ തുളസി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കൃഷ്ണനെ ഇതുവരെ നേടാൻ സാധിച്ചോ? ഇല്ല. ആദ്യത്തെ അഭീഷ്ട സാധിക്കുമെന്നൊരു ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു, അത് ശരിയാണ്. പിന്നീടും തപസ് ചെയ്തു, പ്രാർത്ഥിച്ചു, എങ്കിലും കൃഷ്ണനെ നേടാൻ സാധിച്ചില്ല. അപ്പോൾ തുളസിക്ക് തന്നെ ഒരു ആലോചന വന്നു, ഇനി കൃഷ്ണനെ നേടാനുള്ള ആഗ്രഹം അത് ചിലപ്പോൾ പൂർണ്ണമായും സാധിക്കാതെ വരുമോ? ഒരു ഉറപ്പ് വന്നില്ല, അത് സാധിക്കാതെ വരുമോ എന്നൊരവസ്ഥ വന്നു. ഈ സമയത്താണ് ശംഖചൂഡൻ പറയുന്നത്, എന്തായാലും നമ്മൾ 2 പേരും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ 2 പേരും ഇവിടെ ഒരുമിച്ച് തന്നെ ഈ തപസ്സിന് വേണ്ടി ബദരിയാശ്രമത്തിൽ, സാക്ഷാൽ നാരായണമൂർത്തി അല്ലേ, നാരായണമൂർത്തി തപം ചെയ്യുന്ന ബദരിയാശ്രമത്തിൽ വന്നതും യാദൃച്ഛികമായിരിക്കില്ല. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഈശ്വര നിശ്ചയം ഉണ്ടാവും. അതുകൊണ്ട് ആ ഈശ്വര നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹം ഞാൻ തുറന്നു ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ പത്നിയാക്കാൻ ആഗ്രഹിക്കുന്നു, അത് സ്വീകരിക്കാൻ ഒരുക്കമാണോ എന്ന് ആര് ചോദിച്ചു?
ശംഖുചൂടൻ അങ്ങോട്ട് ചോദിച്ചു. തുളസി പറഞ്ഞു, എന്തായാലും കൃഷ്ണനെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് കൃഷ്ണൻ പിടിതരുന്ന ലക്ഷണം അങ്ങോട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഇനി കൃഷ്ണനെ കിട്ടിയില്ലെങ്കിലും കൃഷ്ണ ബന്ധുവിനെ കിട്ടിയല്ലോ, അതെനിക്ക് ഭഗവാൻ തന്നതിൽ അപ്പോൾ ഒരു അവസരം ആയിരിക്കും. അതുകൊണ്ട് ഞാനും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധർവ വിധി പ്രകാരം, വിവാഹത്തിന് പല വിധികളുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ പലതരത്തിലുള്ള ഗാന്ധർവ വിധി പ്രകാരം പരസ്പരം രണ്ടുപേര് തമ്മിൽ ഇഷ്ടപ്പെട്ട് അവർ സ്വയം തന്നെ വിവാഹമായി പരസ്പരം ഭാര്യാഭർത്താക്കന്മാരായി അവർ സ്വയം അംഗീകരിക്കുന്നതാണ് ഗാന്ധർവം എന്ന് പറയുന്നത്. അങ്ങനെ ഗാന്ധർവ വിധി പ്രകാരം ഇവർ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചു. ഇവർ രണ്ടുപേരുടെയും തപസ്സിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഒരു വരവും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനിൽ നിന്നുള്ള വരം ലഭിച്ചത് ശംഖുചൂടൻ സ്വാഭാവികമായി വിഷ്ണുവിലേക്ക് വന്നു ചേരും എന്നുള്ളത് വന്നു. പിന്നെ അതീവ ശക്തമായിട്ടുള്ള ആയുധങ്ങളെല്ലാം ആർക്ക് വന്നിട്ടുണ്ട്? ഇവിടെ ഈ ശംഖുചൂടനിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വരമൊക്കെ നേടി. ഇനിയോ തുളസിക്കൊരു പ്രത്യേകതയുണ്ട്. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരത്തിലാണല്ലോ തുളസി ചെടിയായതും പിന്നീട് ഇപ്പോൾ ധർമ്മധ്വജന്റെ പുത്രിയായി വന്നത്. ആ തുളസിക്ക് പാതിവൃത്യമുള്ളിടത്തോളം കാലം, മനസ്സിലായില്ലേ, അവിടെ ധർമ്മധ്വജന് നാശമുണ്ടാകില്ല, പരാജയമുണ്ടാവില്ല എന്നൊരു വരമാര് നേടി? തുളസി നേടി. മനസ്സിലായില്ലേ? അപ്പൊ ശംഖുചൂടൻ എന്നും എൻ്റെ ചാരത്തുണ്ടായിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തുളസി തപസ് ചെയ്തു. അപ്പൊ ശംഖുചൂടൻ എന്നും ചാരത്തുണ്ടായിരിക്കാൻ തുളസിക്ക് തന്നെ ആരോ ഓപ്ഷൻ കൊടുത്തു? ഭഗവാൻ ഓപ്ഷൻ കൊടുത്തു. എന്താണ്? നീ പാതിവൃത്യം സൂക്ഷിക്കുന്നിടത്തോളം കാലം, മനസ്സിലായില്ലേ, ആർക്ക് പരാജയം ഉണ്ടാവില്ല, നാശം ഉണ്ടാവില്ല, ധർമ്മധ്വജന് നാശം ഉണ്ടാവില്ല. അപ്പോൾ നിന്റെ അടുത്തത് ധർമ്മജനം പോകുന്നതും നഷ്ടപ്പെടുന്നതും നിലനിൽക്കുന്നതും നീ തന്നെയാണ്, നിന്റെ കർമ്മത്തിലാണ് എന്നുറപ്പ് കൊടുത്തു. അങ്ങനെ തുളസി ആ വരമൊക്കെ നേടി. ഇത് കഴിഞ്ഞ് ഇവർ തിരിച്ച് ഇവരുടെ ആ അസുരലോകത്തേക്ക് എത്തപ്പെട്ടു. അസുരലോകത്തേക്ക് എത്തപ്പെട്ടതോടുകൂടി ഈ വരവലമൊക്കെ നേടി പാതിവൃത്യമുള്ള പത്നിയുടെ ശക്തിയും കൂടി വന്നു ചേർന്നപ്പോൾ അവിടെ ഐശ്വര്യമാണല്ലോ ലക്ഷ്മി, ആ ഐശ്വര്യം കൂടി അവിടെ വന്നു. ഇവിടെ ഈ ശംഖുചൂടനിലേക്ക് വന്നു ചേർന്നു. അതോടുകൂടി ശംഖുചൂടൻ ദേവലോകമൊക്കെ ആക്രമിച്ചു സർവ്വതും സ്വന്തമാക്കി. അങ്ങനെ എല്ലാത്തിൻ്റെയും അധിപനായിട്ട് ആര് മാറി? ശംഖുചൂടൻ ഇങ്ങനെ മാറി. ദേവന്മാരാകട്ടെ മഹാകഷ്ടത്തിൽപ്പെട്ടു. കാരണം ദേവലോകം നഷ്ടപ്പെട്ടു. ശംഖുചൂടനെ പേടിച്ച് ഒളിച്ചു നടക്കുകയാണ്. എവിടെങ്കിലും വെച്ച് തല പുറത്ത് കണ്ടാൽ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ പറഞ്ഞില്ലേ, ചില കുറ്റവാളിക്ക് തലയ്ക്ക് വിലയിട്ടിട്ടുണ്ടെന്ന്. അതിനൊക്കെ ശംഖുചൂടൻ ദേവന്മാരുടെ ഒക്കെ തലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിലയിട്ടുണ്ട്. ശംഖുചൂടൻ്റെ ആൾക്കാർ ഇങ്ങനെ നടക്കുക, എവിടെ വെച്ച് കിട്ടിയാലും ഇല്ലേ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശംഖുചൂടൻ സമ്മാനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് മത്സരിച്ച് നടക്കുകയാണ് ശംഖുചൂടൻ്റെ അനുചരന്മാർ. ആരെ പിടികൂടാൻ? ദേവന്മാരെ പിടികൂടണമെന്നില്ല, വാർത്ത കൊണ്ടു കൊടുത്താലും മതി, ശംഖുചൂടൻ പോയി തിരക്കി പിടിച്ചോളും. ശംഖുചൂടൻ അത്ര പരാക്രമിയായി മാറി. അങ്ങനെ ശംഖുചൂടനെ പേടിച്ച് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒളിച്ച് പല ഭാഗത്തായിട്ട് ഇങ്ങനെ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന ദേവന്മാരെല്ലാവരും കൂടി അവസാനം സഹികെട്ടു. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ദേവലോകം എന്ത് ചെയ്യണം? തിരിച്ച് തങ്ങൾക്ക് നേടണം. അതിനുവേണ്ടി ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. ബ്രഹ്മാവിനെയും മറ്റ് ദേവന്മാരെയൊക്കെ കണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ഇവർ നേരെ പോകുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ്. കൂടുതലും അവതാരം എടുക്കുന്നത് ആരാ? വിഷ്ണു ഭഗവാനാണ്. മനസ്സിലായില്ലേ? വിഷ്ണു ഭഗവാന്റെ അടുത്തേക്കാണ്. വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നപ്പം വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ മാത്രം എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ കാരണം? ശംഖുചൂടന്റെ രക്ഷകൻ ഞാനാണ്. എൻ്റെ ഏറ്റവും അടുത്ത ആത്മമിത്രമാണ് ആര്? ശംഖുചൂടൻ. അതുകൊണ്ടൊരു കൃഷ്ണ കവചം ആർക്കുണ്ട്? ശംഖുചൂടനുണ്ട്. ശംഖുചൂടനെ അറിയില്ല, അല്ലാതെ തന്നെ ഭഗവാൻ തൻ്റെ ഭഗവാനെ സുഹൃത്തായിരിക്കുന്ന ഒരു സുഹൃത്തിനോട് നമ്മളൊരു സംരക്ഷണം കൊടുക്കില്ലേ? മനസ്സിലല്ലേ? ഒരു സുഹൃത്തിനൊരു ദുഃഖം വന്നു, സുഹൃത്ത് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നല്ല സുഹൃത്തുക്കൾ എന്ത് ചെയ്യും? അവിടെ ഓടിയെത്തി സഹായം കിട്ടും. അത് മറ്റുള്ള ഒരാൾ ആഗ്രഹിക്കാതെ തന്നെ ചെല്ലുക, അതാണ് ഒരു ഉത്തമ സുഹൃത്ത്. ഭഗവാൻ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളിൽ വെച്ച് ഏറ്റവും ഉത്തമ സുഹൃത്തിൻ്റെ ലക്ഷണമുള്ള ആളാണ് ആര്? ശ്രീകൃഷ്ണൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ അങ്ങനെയാണ്. ഏറ്റവും ഉത്തമമായ സുഹൃത്തിനെ മാതൃകയാക്കുന്നത് ഭഗവാനെയാണ്. കാരണം എന്താ? തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഏത് വിട്ടുവീഴ്ചയും ആര് ചെയ്യും? ഭഗവാൻ ചെയ്യും. അതാണ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കംസനെ നിഗ്രഹിച്ച പരാക്രമിയായ കൃഷ്ണൻ. മനസ്സിലായില്ലേ? നമ്മൾ അർജുനനെ കുറിച്ച് പറയും വില്ലാളി വീരൻ എന്ന് പറയും. പക്ഷേ വില്ലാളി വീരനായ അർജുനനും പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ വിജയിച്ചത് കൃഷ്ണനാണ്.
കൃഷ്ണഭഗ്നിമാരെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഒരാളെ സ്വീകരിക്കുന്ന സ്ഥലത്ത് ഈ അസ്ത്രമെയ്ത് സ്വീകരിക്കണമെന്നാണ്. ഭഗവാൻ 8 ഭഗ്നിമാരിൽ ഒരാളെ സ്വീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പരീക്ഷണം ഉണ്ടായിരുന്നു. അവിടെ കാളിന്തിയെ സ്വീകരിച്ചത് ഭഗവാൻ സഹോദരന്മാർ എതിർപ്പ് അവരോട് യുദ്ധം ചെയ്തിട്ടാണ്. അത് കണക്ക് മിത്രാവിന്ദയെ അങ്ങനെ സ്വീകരിച്ചു. വേറൊരാളെ സ്വന്തം അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭഗവാൻ കൊടുത്തു. ഇങ്ങനെ സ്വീകരിച്ച കൂട്ടത്തിൽ ഒരു പത്നിയെ സ്വീകരിച്ചത് 7 കാളക്കൂറ്റന്മാരോട് ഒറ്റയടിക്ക് യുദ്ധം ചെയ്ത് അതിനെ ബലമായി പിടിച്ചു കെട്ടിയിട്ടാണ്. ഒരിടത്ത് ചെന്നപ്പോൾ അസ്ത്ര വിദ്യയിലാണ്. മനസ്സിലായില്ലേ? മുകളിൽ ഇരുന്ന് കറങ്ങുന്ന ഒരു പക്ഷിയെ താഴത്തെ ജലത്തിൽ നോക്കി കൂട്ടിനുള്ളിലെ എലികളുടെ ഇടയിലൂടെ അതിൻ്റെ കണ്ണിൽ അസ്ത്രം തറയ്ക്കണം. അർജുനൻ വരെ പരാജയപ്പെട്ടു. പക്ഷെ അവിടെ ആര് നേടി? ഭഗവാന് നേടി. അപ്പം അത്രയും ഇല്ലാളി വീരനും പരാക്രമിയായ ഭഗവാനാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആലോചിച്ച് നോക്കെ തൻ്റെ സുഹൃത്തിന് വേണ്ടി അല്ലേ ആ പൊടിപടലങ്ങളേക്കുന്ന യുദ്ധക്കളത്തിൽ തേരാളിയായിട്ടിരുന്നത്. മനസ്സിലായില്ലേ? ഒരു പടയാളിയായിട്ടുമല്ല, ഒരു യുദ്ധത്തിൽ പടയാളി എന്ന് പറഞ്ഞാൽ ഒരു മഹത്വമാണ്. കാരണം എന്താ? പോരാടുന്നവനാണ്. ഇത് പോരാടുക പോലുമല്ല, പോരാടുന്നവന് അല്ലേ സഹായിയായിട്ടിരുന്നു. ആ പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ വന്ന് പതിക്കുന്നതല്ല ഭഗവാന്റെ ദേഹത്തേക്കാണ്. അല്ലെ ചമ്മട്ടിയും പിടിച്ചുകൊണ്ട് അല്ലേ ചാട്ടവാറും കൊണ്ട്. അവിടെ ഹരിനാമകീർത്തനത്തിൽ വരിയുണ്ട്. എന്താ? ഭഗവാന്റെ ലീലയെക്കുറിച്ച് പറയാം. അത്ഭുതകരമായ ലീല ഭഗവാന്റെ. ഇതേ ഭഗവാൻ തന്നെയാണ് രാമാവതാര കാലത്ത് ഇന്ദ്രാത്മജനെ ഒളിച്ചു നിന്ന് അമ്പെയ്തത്, ബാലിയെ. അതേ ഭഗവാൻ തന്നെ ഇവിടെ മറ്റൊരു ഇന്ദ്രാത്മജന് വേണ്ടി, അർജുനന് ഇന്ദ്രാത്മജനാണ്, ഇന്ദ്രപുത്രനാണ് അല്ലേ, മറ്റൊരു ഇന്ദ്രാത്മജന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചമ്മട്ടി പിടിച്ച് രഥം തെളിയിക്കുന്നു. മനസ്സിലല്ലേ? ഭഗവാന് പക്ഷപാതമോ അടുപ്പമൊന്നുമില്ല ആരോടും. അതാത് സമയത്ത് സ്വീകരിക്കേണ്ടത് ഏതാണോ ശരി അതിന് പിടിക്കുക. മനസ്സിലല്ലേ? അല്ലാതെ ആരോടെങ്കിലും സ്ഥിരബന്ധമൊന്നുമല്ല. ആരാണോ ശരി അവരെ കൂടെ നിൽക്കുക. രാമാവതാര കാലത്ത് ബാലിയെ അല്ലേ നിഗ്രഹിച്ചു, ഒളിച്ചു നിന്ന് അമ്പെയ്തു. അപ്പോൾ ഇന്ദ്രന്റെ പുത്രനോടോ ദേഷ്യമുണ്ടോ നമ്മൾ ചോദിച്ചാൽ ഇല്ല. എന്താ കാരണം? കൃഷ്ണാവതാര കാലത്ത് മറ്റൊരു ഇന്ദ്രപുത്രന് വേണ്ടിയിട്ട് ഭഗവാൻ തേടി കളി. അപ്പൊ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെ ഭഗവാന്റെ ഭാവത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ശംഖുചൂടന് ഭഗവാന്റെ ഒരു കവചമുണ്ട്. ഭഗവാൻ പറയാണ് ആ കവചം കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്, പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ നിഗ്രഹിക്കുന്നത്? അപ്പോ അതൊരു ചതിയായി മാറും, ഒരു വഞ്ചനയായി മാറും. പിന്നെ സ്വന്തമായി തൻ്റെതായിട്ട് തന്നിൽ മനസ്സ് സമർപ്പിച്ചിരിക്കുന്നവനെ വധിക്കാന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ എൻ്റെ ജീവനെ കളയുന്നതല്ലേ ആത്മഹത്യ എന്ന് പറയണേ അല്ലേ? ഇത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയും ഭഗവാൻ തന്നെയാണ്. മനസ്സിലായി? ആ ഭഗവാന്റെ സ്വരൂപമായി മാറി. അപ്പൊ ആ ഭഗവാന്റെ സ്വരൂപത്തിലിരിക്കുന്ന ആ സ്വരൂപത്തെ അനുഭവിക്കുന്ന ആളാണ് ശംഖുചൂടൻ. അപ്പൊ ആ ശംഖുചൂടനെ വധിക്കുന്നത് ഞാൻ എന്നെ വധിക്കുന്നതിന് തുല്യമാണ്. അത് പറ്റില്ല. പിന്നെയോ ശംഖുചൂടന്റെ രക്ഷാകവചം തീർത്തിരിക്കുന്നതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാണ്? ലക്ഷ്മിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ലക്ഷ്മി, ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മിയാണ് ആ കവചം. കാരണം എന്താ? പാതിവൃത്യം കൊണ്ടുള്ള ആ പരിചയം തീർത്തിരിക്കുന്ന അവിടെയും തനിക്കിടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവേത് ഈ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കണം. പിന്നെയോ ശംഖുചൂടന്റെ പ്രവർത്തികൾ തെറ്റായിട്ടാണെന്ന് എനിക്കും അറിയാം. ദേവലോകമൊക്കെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസുരഭാവത്തിൽ നിന്ന് ശംഖുചൂടൻ മോചിക്കപ്പെടുകയും വേണം. കാരണം എന്താ? ഭഗവാന് പ്രിയപ്പെട്ടവർ അസുരനായി ഭാവിക്കേണ്ടി വന്നത് രാധയുടെ ശാപം നിമിത്തമാണ്. രാധ തനിക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷെ രാധയുടെ ശാപം നിമിത്തം ഇത് ഫലിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ആ ശംഖുചൂടൻ ശുദ്ധനായി തിരിച്ചെത്തണമെന്ന് ആർക്ക് ആഗ്രഹമുണ്ട്? ഭഗവാന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടുള്ള ഉപാധിയും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് പിന്നെ വധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരാൾക്ക് ഉപാധി പറഞ്ഞു കൊടുക്കുക തെറ്റല്ലേ എന്ന് ചോദിക്കും. അവിടെ തെറ്റല്ല എന്നുള്ള കാരണമാണ് ഞാൻ ചെയ്യില്ല, പക്ഷെ ശുദ്ധനാക്കി തിരിച്ചു വരണം. മനസ്സിലായില്ലേ? തെറ്റ് തിരുത്തി തിരിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു ഉപാധി കൊടുത്തു. എന്താ ഉപാധി? ശിവനെ ആശ്രയിക്കുക, ഹരനെ ആശ്രയിക്കുക. സാക്ഷാൽ കാലരിപുവായ ഭഗവാന് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരെല്ലാം എവിടേക്ക് വിട്ടു? ശിവന്റെ അടുത്തേക്ക് വിട്ടു. പോയ സമയത്ത് വിഷ്ണു ഭഗവാൻ അവിടെ ദൗത്യം ശിവനെ ഏൽപ്പിച്ചതിനൊരു തെളിവ് വേണമല്ലോ. ആ തെളിവിന് എന്ത് ചെയ്തു? ഒരു വൈഷ്ണവ ശക്തി കൊണ്ടൊരു ത്രിശൂലത്തെയും കൂടെ കൊടുത്തു. മനസ്സിലല്ലേ? അവിടെ സുദർശനധാരിയായ ത്രിശൂലത്തെ കൊടുത്തിട്ട് പറഞ്ഞു ഈ ത്രിശൂലം ഉപയോഗിച്ചുകൊണ്ട് നിഗ്രഹിക്കാൻ ശിവന് കൊടുത്തു. അങ്ങനെ ത്രിശൂലവുമായിട്ടാണ് ശിവന്റെ അടുത്തേക്ക് ആര് പോകുന്നത്? ദേവന്മാര്. ഇവിടെ ശിവന് ത്രിശൂലം ലഭ്യമാകുന്നത് 2 കഥകളുണ്ട്. അതിലൊരു കഥ ഇതാണ്. രണ്ടാമതൊരു കഥ എന്ന് പറഞ്ഞാൽ ഈ ത്രിപുരന്മാരെന്ന് പറയുന്ന 3 പേര് ഭഗവാന്റെ ഭക്തന്മാർ തന്നെയായിരുന്നു. പക്ഷേ അഹംഭാവത്തിൽ മതിക്കുമ്പോൾ അവസാനം ഭഗവാൻ തന്നെ അവരെ വധിക്കുന്ന സമയത്ത് അന്നും വിഷ്ണു തന്നെയാണ് ത്രിശൂലത്തെ ദാനം ചെയ്യുന്നത്. അങ്ങനെ ത്രിശൂലം
അങ്ങനെ കാരണം എന്താ, ത്രിപുരന്മാരുടെ 3 പുരത്തിൽ വസിക്കുക. 3 പുരവും ഒരുമിച്ച് വരുന്നിടത്ത് ആ ശൂലം ഒറ്റ ആയുധം കൊണ്ട് വധിക്കണം. എങ്ങനെയാണ് അവർക്ക് വരേണ്ടത്? ഒറ്റ ആയുധം കൊണ്ട് വധിച്ചു. അതാണ് ആ തൃശൂലത്തിൻ്റെ ഒരു പ്രത്യേകത. 3 മുന അല്ലേ, 3 മുനയില്ലേ? എന്താ? തമോ ഗുണ, രജോ ഗുണ, സത്വ ഗുണം. മനസ്സിലല്ലേ? ഈ 3 തല സ്വഭാവങ്ങളിൽ പ്രകടമായിരുന്നതാണ് ത്രിപുരന്മാർ. ആ 3 ഗുണത്തെയും ഹരിച്ചവൻ, അതാണ് ഹരൻ. മനസ്സിലായോ? അപ്പോൾ ഭഗവാൻ തൃശൂലധാരിയായിരിക്കുന്ന നമ്മളിലെയും ത്രിഗുണത്തെ അതിൽ നമ്മൾ കളയണം. അപ്പോൾ ശരി, അപ്പോൾ അത്തരത്തിൽ ഈ തൃശൂലത്തെ കൊടുത്തു. ഈ തൃശൂലമൊക്കെ ആയിട്ട് ശിവനെ ചെന്ന് കണ്ടു. ശിവഭഗവാൻ പറഞ്ഞു, തീർച്ചയായും ദേവന്മാരെ, സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിൻ്റെ അഭ്യർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആരെ നിഗ്രഹിക്കാം? ശംഖുചൂടനെ നിഗ്രഹിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഒരു അനുനയത്തിലേക്ക് വന്നു. കാരണം വിഷ്ണുവിൻ്റെ ഒരു അംശഭാഗമാണല്ലോ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ദൂതനെ വിട്ടു. ചിത്രരഥൻ എന്ന് പറയുന്ന ഒരു ദൂതനെ അയച്ചു. ദൂതൻ നേരെ ചെന്ന് ശംഖുചൂടനെ കണ്ടു. ശംഖുചൂട, ഞാൻ ശിവന്റെ ആജ്ഞയാൽ വന്നതാണ്. ശിവാജ്ഞയാൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുക്കുക. മനസ്സിലല്ലേ? നീ അനധികൃതമായി നേടിയതൊക്കെ തിരിച്ചു കൊടുക്കുക. ആർക്ക്? ദേവന്മാർക്ക് വിട്ടുകൊടുക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും നേടിയിട്ടുണ്ടോ അതെല്ലാം വിട്ടുകൊടുക്കുക. വിട്ടുകൊടുത്തിട്ട് നീ എവിടേക്ക് പോകണം? നിന്റെ രാജ്യത്തേക്ക് പോവുക. അങ്ങനെയുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ശംഖുചൂടൻ ഇത് കേട്ടു. ദൂതൊക്കെ കേട്ടപ്പോൾ ശംഖുചൂടൻ പറഞ്ഞു, എൻ്റെ പരാക്രമം കൊണ്ട് ഞാൻ പിടിച്ചെടുത്തത് വിട്ടുകൊടുത്തിട്ടൊരു ഭീരുവാവേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് യുദ്ധമെങ്കിൽ യുദ്ധം നടക്കട്ടെ എന്നാര് പറഞ്ഞു? ശംഖുചൂടൻ പറഞ്ഞു. അങ്ങനെ ശംഖുചൂടൻ പറഞ്ഞതിന് പ്രകാരം യുദ്ധത്തിന് സന്നാഹത്തോടുകൂടി ഭഗവാൻ ശിവസൈന്യത്തോടുകൂടി എത്തുകയാണ്. എല്ലാ സൈന്യങ്ങളും, സുബ്രഹ്മണ്യനും ഗണപതിയും ഭദ്രകാളിയും വീരഭദ്രനും സർവരും ആരുടെ ഒപ്പം ഉണ്ട്? ഇവിടെ ശിവനോടൊപ്പം അണിചേർന്ന് യുദ്ധക്കളത്തിലെത്തി. അതിഘോരമായ യുദ്ധം. ശംഖുചൂടനും യുദ്ധക്കളത്തിലേക്ക് പോകാൻ തയ്യാറായി. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ തുളസി അടുത്തേക്ക് വന്ന് നിറ കണ്ണുകളോടെ ശംഖുചൂടനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ യുദ്ധം അങ്ങേക്ക് വേണോ? കാരണം തുളസിക്ക് എന്തോ ഒരു ആപത്ത് മണത്തു. പക്ഷേ ശംഖുചൂടൻ ആ സമയത്ത് പറഞ്ഞു, അങ്ങനെ ആപത്തിനെ കണ്ടു ഭയക്കുന്നവൻ ധീരനല്ല. ഒരു ഭീരുവിൻ്റെ ഭഗ്നിയായിരിക്കാനല്ല തുളസി നീ ആഗ്രഹിക്കേണ്ടത്. ഏത് പ്രതിസന്ധി വന്നാലും ഭയമില്ലാതെ മുന്നേറുന്ന ഒരു ധീരനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശിവാജ്ഞയെ ലംഘിച്ചത്. മനസ്സിലായില്ലേ? ശിവാജ്ഞ കേട്ടുകൊണ്ട് ഞാൻ ഈ പിടിച്ചെടുത്ത പരാക്രമം കൊണ്ട് പിടിച്ചെടുത്തതെല്ലാം വിട്ടുകൊടുത്താൽ അവിടെ ശിവനെ അനുസരിച്ചുകൊണ്ട് വിട്ടുകൊടുത്ത നല്ല വ്യക്തിയായിട്ടായിരിക്കില്ല ദേവന്മാർ പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞത്. എന്താണ്? ശിവനെ പേടിച്ചോടിയവനെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചെയ്തതിൻ്റെ ശിവന്റെ വാക്ക് ഉൾക്കൊണ്ടായിട്ടുള്ള ദേവന്മാർ പരിഹസിക്കും എന്നെ. അപ്പം അത്തരത്തിലുള്ളത് ഞാൻ ഏക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരു ഭീരുവാണെന്ന് ഞാൻ കാണുന്നില്ല. പിന്നെയോ, നാശം വരാനുള്ളതാണെങ്കിൽ വരിക തന്നെ ചെയ്യും. അത് ത്രിമൂർത്തികൾക്ക് പോലും വരാറില്ലേ? ദേവന്മാർക്ക് പോലും നല്ല കാലവും കഷ്ടകാലവുമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കും അതുണ്ടാവും. അതിനെക്കുറിച്ച് ഓർത്ത് ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര ഭയന്നാലും വരാനുള്ളത് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴേ ഭയന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇപ്പോഴേ ഭയന്നിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ അനുഭവിക്കേണ്ട ആനന്ദം കൂടി നഷ്ടപ്പെടും. അല്ലേ? നമ്മളെന്തായാലും ജനിച്ച സമയത്ത് തന്നെ മരണം എന്ന് പറയുന്ന ഒരു സത്യം അല്ലേ? ജനിച്ച സമയത്ത് തന്നെ മരണം എന്ന ഡയറിയിൽ നമ്മൾ എഴുതപ്പെട്ടു. അല്ലേ? മരണമില്ലാത്തവരാണോ? ആണ്. അപ്പോൾ അതുകൊണ്ട് മരണം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജീവിക്കുന്നതിൽ ആനന്ദം കിട്ടുമോ? അത് വന്നോട്ടെ, ഭയക്കേണ്ട ആവശ്യമല്ല. പിന്നെയോ, ഈ സുഖദുഃഖങ്ങളൊക്കെ മനസ്സിൻ്റെ ഭ്രമമാണ്. ആ മനസ്സിൻ്റെ ഭ്രമത്തിൽ അടിമപ്പെടുന്നവനും ധീരനല്ല. ഞാനൊരു ധീരനാണ്. മനസ്സ് 5 തരത്തിലുള്ള ഭാവത്തെ ഉളവാക്കും. മനസ്സെന്ന് പറയുന്നൊരു പ്രത്യേക പ്രതിഭാസമാണ്. അല്ലേ? നമുക്ക് മനസ്സുണ്ടെന്ന് പറയാം. യഥാർത്ഥത്തിൽ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും അനുഭവിച്ചറിയുന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളെല്ലാവരും പെട്ടുപോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? വല്ലാതെ വലിയ തരത്തിൽ ചിന്തിച്ചുറപ്പിക്കേണ്ട ഒന്നാണ് മനസ്സ്. കാരണം ഈ മനസ്സിനെ ജയിക്കുകയാണ് ഈശ്വര വിശ്വാസത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. ജിതേന്ദ്രിയം, മനസ്സിനെ നിയന്ത്രിക്കുക. നമ്മൾ പുറത്ത് കാണുന്ന ദേവതാരൂപങ്ങളെ ഉള്ളിൽ എപ്പോഴാണോ നേടാൻ സാധിക്കുക വെച്ചാൽ ഈ മനസ്സടങ്ങുമ്പോഴാണ്, ഈ മനസ്സ് നിയന്ത്രിക്കപ്പെടുമ്പോഴാണ്. അപ്പം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ മനസ്സിന് 5 തരം പ്രവൃത്തികളുണ്ട്. എന്തൊക്കെയാണ് മനസ്സിൻ്റെ പ്രവൃത്തി? 1 പ്രത്യക്ഷം, 2 വിപര്യായം, വികല്പം, നിദ്ര, സ്മൃതി. 5 തരത്തിലുള്ള ക്ലേശങ്ങളെ ഉളവാക്കുന്നതാണ് മനസ്സ്. എന്താ ഈ 5 തരം? പ്രത്യക്ഷം വെച്ചാൽ ഒന്ന് കണ്ടു, അതാണെന്ന് ബോധിപ്പിച്ചു, അതാണ് മനസ്സിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ വിപര്യായം. വിപര്യായം ഉള്ള ഒന്നിനെ മറ്റൊന്നായിട്ട്
തോന്നിപ്പിക്കുക. ചിലപ്പോൾ ഉള്ള ഒരു വസ്തുവിന് എന്താവും മറ്റൊന്നായിട്ട് തോന്നി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവാറില്ലേ ജീവിതത്തിൽ? മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ള ഒന്ന് മാറി അതിനെ മറ്റൊന്നായിട്ട് തോന്നും. ഇപ്പം ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വൃക്ഷം പകുതി വെച്ച് മുറിച്ചു നോക്കുക, ഒരു കുറ്റി വെച്ച് മുറിച്ചു. നമ്മൾ ഈ മുറിച്ചതിനെക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കാറില്ല. ഏതെങ്കിലും ഒരു ദിവസം രാത്രി പെട്ടെന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ മരത്തിൻ്റെ കുറ്റി അവിടെ ഇപ്പോൾ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഉള്ളിലൊരു ഭയം വന്നാൽ നമ്മൾ വിചാരിക്കും ആരാണ് അവിടെ നിൽക്കുന്നത് വെച്ച് ചാടിക്കയറും. ശരിയല്ലേ? നമ്മളിപ്പോൾ വൈകുന്നേരത്ത് ഇവിടേക്ക് വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ആ ഒരു തെങ്ങിൻ്റെ നിന്നൊരു ഓലയുടെ ഒരു ഭാഗം ഇരുത്തെടുത്തു, ഈർക്കിൽ ഏർപ്പെടുത്തിയെടുത്തു, ആ ഇല അവിടെ ഇട്ടു. നമ്മൾ ഇട്ടിട്ട് നമ്മളിവിടെ നടന്നു വന്നു. ഇവിടുന്ന് യജ്ഞമൊക്കെ കേട്ട് രാവിലെ 9 മണിക്ക് പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കരണ്ടും കൂടെ പോയ അവസ്ഥയാണെന്ന് നോക്കുക. നമ്മുടെ ഓലക്കാലിലൊന്ന് തട്ടി. ഓലക്കാലിൽ തട്ടുമ്പോൾ ഓലക്കാൽ എന്ത് ചെയ്യും? ഒന്ന് പൊളയും. നമ്മൾ ഓലക്കാലിനെ കാണുമോ അവിടെ? എന്തിനെ കാണും? ഞാൻ പാപന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല, പക്ഷെ നമ്മളെല്ലാവരും അത് പറഞ്ഞു. എന്താ കാരണം? ഈ പൊളഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഇരുട്ടത്ത് പൊളഞ്ഞു. അപ്പോഴെന്ത് ചെയ്യും? ഇങ്ങോട്ട് നടന്നു വരാൻ പോലും വയ്യ എന്ന് പറഞ്ഞ ആൾ വരെ മതിൽ ചാടി പുളിയുടെ മണ്ടയിൽ കയറും. എന്താ കാരണം? പാമ്പിനെ കണ്ടു ഇല്ലേ? ഒരു കയറിൻ്റെ തുണ്ട് കിടന്നാൽ പോലും മതി ഇല്ലേ? ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഉള്ള ഒന്നിനെ മറ്റൊന്നായിട്ട് ധരിപ്പിക്കുക. ഇനി അവിടെ രണ്ടാമത് പറയുന്നത് എന്താ? അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് വികല്പം എന്ന് പറയും. എന്താ ഈ വികല്പം? വികല്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നുണ്ടെന്ന് തോന്നിപ്പിക്കുക. മറ്റേത് ഉള്ളതിനെ മറ്റൊന്നാക്കി കാണിച്ചു. ഇനി ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നിപ്പിക്കുക. അങ്ങനെ സംഭവിക്കും. ഈ ചിലരൊക്കെ രാത്രിയിലൊക്കെ വീട്ടിലോട്ടൊക്കെ പോയിട്ട് വീടിൻ്റെ മുറി ഇറക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോ ചിലപ്പോൾ തിരിഞ്ഞു നോക്കും. നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇല്ലേ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇല്ലാത്ത ഒന്നിനെ ചിലപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. ഇല്ലാത്ത ഒന്നല്ലേ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ അല്ലേ? മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വപ്നത്തിൽ ഇത് പലതും കണ്ടിട്ട് നമ്മൾ അവിടെ കിടന്ന് നിലവിളിക്കാറില്ലേ? യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്തത് പലതിനെയും അനുഭവിക്കാൻ ആർക്ക് സാധിക്കും? മനസ്സിന് സാധിക്കും. അപ്പം വികല്പം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നിദ്രയാണ്. നിദ്ര വെച്ചാൽ നല്ല ഉറക്കം, ഒന്നും അറിയുന്നില്ല. അതും മനസ്സിൻ്റെ ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ സ്മൃതി, പഴയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മൾക്ക് ഇപ്പോൾ ഉള്ള സ്വസ്ഥത ഇല്ലാതാക്കും. ചിലപ്പോൾ ഇപ്പം സന്തോഷത്തെ തരും ഇല്ലേ? ചിലപ്പം 10ാമത്തെ വയസ്സിലുള്ളത് ഓർത്ത് ചിലപ്പോൾ നമ്മൾ ചിലർ 60ാമത്തെ വയസ്സിൽ ചിരിക്കുന്നതാണ്. എന്താണെന്ന് ചോദിക്കാൻ പറയും, പണ്ട് സ്കൂളിൽ പഠിച്ചത് ഓർത്തതാണ്. ശരിയല്ലേ? ഓർക്കാറില്ലേ? ഓർക്കും. ചിലപ്പോഴോ 15ാമത്തെ വയസ്സിലുള്ളത് ഓർത്തിട്ട് ഇപ്പോൾ ഇരുന്ന് കരയും, ദുഃഖിക്കും, വിഷമിച്ചിരിക്കും. എന്താ കാര്യം? അന്നത്തെ ഈ സ്മൃതിയും മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ചിന്തകൾക്ക് വിധേയമാവരുത്. മനസ്സിലായില്ലേ? ഇത് പറയുന്നതാരാ? ശംഖചൂഡൻ. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനു ഭയക്കണം? നിന്റെ പാതികൃത്യമുള്ളിടത്തോളം കാലം ഞാൻ സുരക്ഷിതനാണ് എന്ന് കൂടി പറഞ്ഞ് അവിടെ ആ പാതിവൃത്യത്തെ ഓർമ്മപ്പെടുത്തുന്ന സിന്ദൂര തിലകം. മനസ്സിലായില്ലേ? ആ പാതിവൃത്യത്തിൻ്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന സിന്ദൂര തിലകം എടുത്ത് ആർക്ക് ധരിപ്പിച്ചു? അവിടെ തുളസിയുടെ നെറ്റിത്തടത്തിലേക്ക്. നമുക്കറിയാലല്ലേ സിന്ദൂരം ധരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ആ സ്ഥലത്തിനൊരു പേരുണ്ട്. എന്താ? സീമന്തരേഖ അല്ലേ? ആ സീമന്തരേഖയിലേക്ക് സിന്ദൂരം ധരിപ്പിച്ചു. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. കാരണം എന്താ? എൻ്റെ ജീവൻ്റെ സുരക്ഷിതത്വം അത് കൂടുതൽ ആരിലാണ്? നിന്നിലാണ് എന്ന് ഓർമ്മപ്പെടുത്തി നേരെ യുദ്ധക്കളത്തിലേക്ക് പോയി. അങ്ങനെ ഘോരമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ വെച്ചിട്ട് സുബ്രഹ്മണ്യൻ വരെ ബോധരഹിതനായി പതിച്ചു. ശംഖചൂഡനോട് ഏറ്റുമുട്ടി. കാരണം ഇപ്പുറത്ത് വൈഷ്ണവ ശക്തിയാണ് നിൽക്കുന്നത്. അപ്പൊ സുബ്രഹ്മണ്യൻ ദേവസൈനാധിപൻ എന്ന് പേര് കേറ്റ താരകാസുര നിഗ്രഹനായ സുബ്രഹ്മണ്യൻ പോലും ബോധരഹിതനായി പതിച്ചപ്പോൾ ഭദ്രകാളി ഓടിച്ചെന്ന് ആങ്ങളെ എടുത്ത് തോളി വെച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. കാര്യം എന്താ? ഇനി സുബ്രഹ്മണ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതുകൊണ്ട് കൊണ്ടുപോയി ആ ബോധം വീണ്ടെടുത്ത് വന്നപ്പോൾ വീണ്ടും സുബ്രഹ്മണ്യം വന്നു, ഗണപതി വന്നു, വീരഭദ്രൻ വന്നു, ഭദ്രകാളി വന്നു. ഇവരൊക്കെ യുദ്ധം ചെയ്ത് ഇതിനിടയ്ക്ക് ശിവൻ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങി. ശിവൻ ഇറങ്ങുന്നതിന് മുമ്പ് ശിവൻ വീണ്ടും പറഞ്ഞു, ശംഖചൂഡാ, നിനക്കൊരവസരം കൂടി തരാം. ഞാൻ ഇതുവരെ ദൂതനെ വിട്ടതേ ഉള്ളൂ, ഇപ്പൊ ഞാൻ നേരിട്ട് പറയുകയാണ്. എന്താ? നീ ഇതുവരെ നേടിയതെല്ലാം തിരിച്ചു കൊടുത്ത് നീ എന്ത് ചെയ്യണം? നീ ഇവിടെ നിന്ന് വിട്ടുപോകുക, യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം. ശംഖചൂഡൻ ചോദിച്ചു, അങ്ങ് എന്ത് ന്യായമാ പറയുന്നത്? ഞാനല്ലല്ലോ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വന്നത്, അങ്ങല്ലേ ഇങ്ങോട്ട് വന്നത്. ദൂതനെ വിട്ടതാരാ? അങ്ങാണ്. യുദ്ധം തുടങ്ങാൻ സൈന്യമായിട്ട് വന്ന അങ്ങാണ്. അങ്ങനെയാണെങ്കിൽ യുദ്ധം നിർത്തേണ്ടതാരാ? അങ്ങ് വേണമെങ്കിൽ നിർത്തിവെക്കും, ഞാൻ നിർത്താൻ ഒരുക്കമല്ല, എനിക്ക് അങ്ങയെ ഭയമില്ല. ശംഖചൂഡൻ തിരിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, അങ്ങ് എന്തിനാണ് ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത്? എന്താ കാരണം? ഈ ദേവന്മാരും അസുരന്മാരും വെച്ചാൽ ഞങ്ങൾ ഒരേ അച്ഛൻ്റെ മക്കളാ. മനസ്സിലായില്ലേ? ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇടപെട്ട് തീർത്തോളാന്നേ. അതിന് മൂന്നാമതൊരാൾ പുറത്തുനിന്ന് വന്ന് ഇടയ്ക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നമ്മുടെ വീട്ടിൽ വഴക്ക് കൂടുമ്പോൾ അല്ലേ? വീട്ടിൽ ഭയങ്കര ഇടിയാണ്.
ഇടി നടന്നു കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും പുറത്തുള്ള ഒരാളാരെങ്കിലും മാന്യത അമഞ്ഞ് ഒരു ഇച്ചിരി ഉപദേശമൊക്കെ കൊടുക്കാതെ പറഞ്ഞ് ചെല്ലുമ്പോൾ അവസാനം ഈ വഴക്കൂടി രണ്ടുപേരും കൂടി ആരുടെ തോളിലേക്ക് വരും? ചെന്നാണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ കാര്യം കൊണ്ട് ഞങ്ങളെ നാട്ടിലെ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടി, ഗംഭീര അടിയും വഴക്കും. ഭർത്താവ് ഇച്ചിരി അടിച്ചിട്ട് വന്നിട്ടുണ്ട്, ഭാര്യ അടിക്കാതെ ഭർത്താവിനേക്കാൾ വലിയ ലഹരിയിലുമാണ്. അടിഗംഭീരമായി പലതും വാരി എറിഞ്ഞതൊക്കെ ചെയ്യുന്ന പിള്ളേരെ. അപ്പം അവിടെ തൊട്ടടുത്ത് ദൂരെ നിന്ന് ആദ്യം ഇത് കണ്ടോണ്ടിരുന്നു. കാര്യം ഇപ്പോൾ ഇടപെടുന്ന അപകടമാണ്. എറിയുന്ന ചട്ടിയോ കലോ നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ നമുക്കല്ലേ നോക്കത്തുള്ളൂ. പക്ഷെ ഇവർ രണ്ടുപേരും എറിയുന്നത് യഥാർത്ഥത്തിൽ പുറത്തേക്ക്, അവരവരുടെ ദേഹത്തേക്കല്ല എറിയുന്നത്. അവർക്ക് എറിയാൻ അത് പേടിയാണ്. അപ്പോൾ അവസാനം ചിലർ പറഞ്ഞിട്ട് പോയി ഇടപെട്ടിട്ട് അവസാനം അങ്ങോട്ട് ചോദിച്ചു. അവസാനം ഇദ്ദേഹം എത്ര പറഞ്ഞിട്ട് കേൾക്കാൻ കൈ പൊക്കിയിട്ട് ഒന്ന് അടി മേടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ ചാടി, എൻ്റെ ഭർത്താവിനടിക്കാൻ നീ ആരടാ, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവസാനം കുറ്റക്കാരൻ നമ്മളായി. പിറ്റേന്ന് രാവിലെ വീട്ടിൽ പരാതിയായിട്ട് വന്നു. മനസ്സിലായില്ലേ? അവസാനം അവരെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ലെങ്കിലും വീട്ടിൽ അമ്മയുടെ ചെന്ന് പൊതിരെ കിട്ടി. അല്ല ഗംഭീരമായിട്ട് ഇവർ വന്ന് വെളുപ്പാൻ രാവിലെ വന്ന് പരാതി പറഞ്ഞു. നമ്മൾ ഉറക്കപ്പായി കിടക്കുന്ന സമയം അല്ല ഒന്നാന്തരമായിട്ട് അമ്മ കമ്പെടുക്കാനുള്ള സമയം കിട്ടില്ല, ചൂല കിട്ടിയത് കൊണ്ടുവന്ന് ആദ്യത്തെ അടിയിൽ നമ്മൾ ചാടി എഴുന്നേക്കുന്ന അവസ്ഥ വന്നു. അമ്മ ചോദിച്ചു, നിന്നെ എന്തിനാണോ ഞാൻ ചോറ് വന്ന് വളർത്തുന്ന നാട്ടുകാരടുത്ത് പോയി ഇത് കേൾപ്പിക്കാനാണോ? കിട്ടേണ്ടത് മുഴുവൻ കിട്ടി, നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോയതാണ്. അവസാനം അവർ വന്ന് പറഞ്ഞപ്പോൾ അവരെ കുടുംബത്തിൽ നിന്ന് അവരെ ഭർത്താവിനെ ഞാൻ തല്ലിയെന്നായി. തല്ലിയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, അടി കിട്ടുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവസാനം അവരിത് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ടുള്ള പിണക്കമൊക്കെ മാറിയപ്പോൾ ഞാൻ ചുമ്മാതെ ചോദിച്ചു, എന്തിനാ ചേച്ചി ഈ പണിക്ക് വന്ന് പറഞ്ഞു. അന്നേരം പറയാം, അത് ഞങ്ങൾ ഭാര്യയും ഭർത്താവില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങ് തീരും. ഇല്ലയോ ചേട്ടാ എന്ന് പറഞ്ഞ് അവർ കയ്യും കോർത്ത് പോകുന്നത് നമ്മൾ കാണേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ശിവനോട് ചോദിച്ചു, നിങ്ങളാരാ അതിൻ്റെ ഇടയ്ക്ക് വരാൻ? ഞങ്ങളൊരു അച്ഛൻ്റെ മക്കള്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഇവിടെ പന്തിപക്ഷമല്ലേ അങ്ങ് കാണിക്കുന്നു, അങ്ങ് ഒരു ഭാഗത്തിന് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ശിവൻ പറഞ്ഞു, അങ്ങനെയല്ല, ശരിയായ ധർമ്മത്തെ പാലിക്കാൻ ചിലപ്പോൾ ചെറിയ ധർമ്മത്തെ കണ്ടില്ല എന്ന് നടിക്കണം. മനസ്സിലായില്ലേ? കാരണം ഈ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന എപ്പോഴാണ്? ലോക നന്മയ്ക്കാണ്. ഇവിടെ ശംഖുചൂടൻ പറയുന്നതും ധർമ്മമാണ്, ദേവന്മാരുടെ ഭാഗവും ധർമ്മമാണ്. ഇവിടെ ലോക നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ധർമ്മം ആരുടേതാ? ദേവന്മാരുടേതാ. ശംഖുചൂടൻ പറയുന്നത് എൻ്റെ അവകാശപ്പെട്ടതെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ അത് ലോക നന്മയല്ല. കാരണം ശംഖുചൂടൻ അസുരഭാവമാണ്, ശംഖുചൂടൻ്റെ കൂടെ ഉള്ളവരെല്ലാം അസുരഭാവം. അപ്പോൾ അതുകൊണ്ട് വലിയ ധർമ്മത്തെ പാലിക്കാൻ ചിലപ്പോൾ ചെറിയ ധർമ്മത്തെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഒരു ശ്രേഷ്ഠമായൊരു സങ്കല്പമാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ നമ്മുടെ സുഖത്തെ ഉപേക്ഷിക്കേണ്ടി വരും. ശരിയല്ലേ? വേണോ വേണ്ടയോ? ഒരു കുടുംബത്തിന് വേണ്ടി, കുടുംബം നിലനിൽക്കാൻ വേണ്ടി ആ കുടുംബത്തിലെ ഓരോരുത്തരും അവരവരുടെ ചെറിയ ചെറിയ സുഖത്തെ ഉപേക്ഷിക്കേണ്ടി വരും. ഒരു ഗ്രാമത്തെ നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ ഒരു കുടുംബത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഒരു രാജ്യത്തെ നിലനിർത്താൻ ചിലപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാമത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അവസാനം മോക്ഷഗതിക്ക് വേണ്ടി അവനവനെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഭാഗവതത്തിലുള്ള ഒരു ഉപദേശ തത്വമാണ്. മനസ്സിലായില്ലേ? അപ്പം ത്യജിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഞാനതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ ധർമാധർമ്മങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധം തുടർന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഭഗവാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ വിഷ്ണു കൊടുത്ത ശൂലം ഉണ്ടല്ലോ, ഈ ശൂലം എടുത്ത് ഭഗവാൻ പലതവണ പ്രയോഗിച്ചു. പക്ഷേ ഈ ശൂലം കടന്നു വരുമ്പോഴൊക്കെ ഈ ശൂലത്തെ കണ്ടുകൊണ്ട് സാക്ഷാൽ നാരായണ മന്ത്രം ആര് ജപിക്കും? ശംഖുചൂടൻ ജപിക്കും. അതോടുകൂടി ശൂലത്തിന് ശംഖുചൂടനെ വധിക്കാൻ സാധിക്കാതെ വന്നു. അപ്പോൾ ഇനി എന്താണ് മാർഗം? ഭദ്രകാളി ഇതിൻ്റെ ഇടയ്ക്ക് വളരെ രഹസ്യമായിട്ട് എന്ന് അച്ഛനോട് ചോദിച്ചു. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നാണക്കേടാവുവേ. ഇറങ്ങി പുറപ്പെട്ടും പോയി ഈ ശംഖുചൂടനെ വധിക്കാൻ അവസാനം വിഷ്ണു തന്നുവിട്ട ശൂലം പോലും ഇവിടെ ബലമില്ലാതെ വരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഉപാധി കണ്ടുപിടിച്ചോ, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ഒരു പണിയും ഏശുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശിവൻ ആ സമയത്ത് വിഷ്ണുവിനെ സ്മരിച്ചു. വിഷ്ണു അങ്ങൂടി നിർദ്ദേശിച്ചാണല്ലോ ഇവിടെ വന്നത്, അങ്ങാണല്ലോ ഇവന്റെ കവചം, അങ്ങ് തന്ന വൈഷ്ണവാസ്ത്രമായ ഈ ശൂലം പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ഭഗവാനെ അറിയുന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, ശംഖുചൂടന്റെ വ്രതശക്തി എന്ന് പറയപ്പെടുന്നത് ആരാണ്? തുളസിയുടെ പാതിവൃത്യമാണ്. ആ പാതിവൃത്യ സ്വഭാവത്തിലുള്ള തുളസിയുടെ പാതിവൃത്യം സാക്ഷാൽ ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ പാതിവൃത്യത്തെ നശിപ്പിക്കാൻ വേറൊരാൾക്കും സാധിക്കില്ല. പിന്നെ ആകെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുമ്പിൽ പാതിവൃത്യം ഉണ്ടോ? ഇല്ല. അപ്പം ആ ഒരു രീതിയിൽ വെച്ച് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു എന്താ പറഞ്ഞത്, ഒരു മായയെ ജനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ എന്ത് ചെയ്തു? ശംഖുചൂടൻ്റെ രൂപം ധരിച്ചു. മനസ്സിലായില്ലേ? വിഷ്ണു ശംഖുചൂടൻ്റെ രൂപം ധരിച്ചിട്ട് യുദ്ധം ജയിച്ചു വരുന്ന ഭാവത്തിൽ നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുമ്പിൽ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന
തുളസി അറിയുകയാണ്, ഇതാ യുദ്ധം ജയിച്ച് ആര് വരുന്നു? ശംഖുചൂടൻ വരുന്നു. വരുന്നത് വിഷ്ണുവാണെന്ന് ആർക്കറിയില്ല? തുളസിക്ക് അറിയില്ല, അവിടെ ഉള്ളവർക്കും അറിയില്ല. വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ഭർത്താവ് യുദ്ധം ജയിച്ചു വരുന്ന ആനന്ദത്തോടുകൂടി ഓടി വന്ന തുളസിയെ അവിടെ ശംഖുചൂടനായി വന്ന വിഷ്ണു എന്ത് ചെയ്തു? മാറോട് ചേർത്ത് പുണർന്നു. അപ്പോഴത്തേക്ക് മനസ്സിൽ കാമഭാവ വികാരങ്ങളൊക്കെ ഉടലെടുത്തു. അങ്ങനെ വാരി പുണർന്ന് ആ സമയത്ത് തന്നെ പരഭാവത്തിലുള്ള ആലിംഗനത്തിൽ ഏർപ്പെട്ടതോടുകൂടി തുളസിയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടു. ആ സമയം നോക്കി ഭഗവാന്റെ വിഷ്ണുവിൻ്റെ പ്രേരണയാൽ ശിവഭഗവാൻ ആ നാരായണ കവചിതമായിട്ടുള്ള ശൂലത്തെ എന്ത് ചെയ്തു? ശംഖുചൂടന് നേരെ പ്രയോഗിച്ചു. നാരായണ മന്ത്രം ജപിക്കുന്ന ശംഖുചൂടന് മനസ്സിലായി ആ ശൂലം സാധാരണ വരുന്നത് കണക്കല്ല വരുന്നത്. ആ ശൂലത്തിന്റെ തേജസ് വർദ്ധിച്ചിട്ടുണ്ട്. താൻ ഇനി അതിനെ എതിരിടാൻ നിൽക്കുന്നത് ഉചിതമല്ല. കാരണം തനിക്ക് വിഷ്ണുവിൽ ചേരാനുള്ള സമയമായി എന്ന് ശംഖുചൂടൻ തിരിച്ചറിഞ്ഞ് സർവ്വ ആയുധങ്ങളും താഴ്ത്തി വെച്ച് ഭഗവാനെ സ്വീകരിക്കുന്ന, വരുന്നത് വിഷ്ണുവിൻ്റെ ആയുധമാണല്ലോ, പ്രയോഗിച്ചത് ശിവനാണെങ്കിലും അയച്ചിരിക്കുന്ന ആയുധം ഏതാ? വിഷ്ണു കവചിതമാണ്. അതുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ നേരെ കൈകൂപ്പി നമസ്കരിച്ച് നിന്നുകൊടുത്തു ശംഖുചൂടൻ. സ്വയം മരണത്തെ വരിച്ചു. മനസ്സിലായില്ലേ? ആ അസ്ത്രം വന്ന് നേരെ ആരിൽ പതിച്ചു? ആ ശൂലം വന്ന് ശംഖുചൂടനിലേക്ക്, ആ ശൂലം വന്ന് ആ ശംഖുചൂടനിലേക്ക് പതിച്ചു. ശംഖുചൂടൻ അവിടെ ഭഗവാനിൽ ലയിക്കുകയാണ്. ശംഖുചൂടൻ മരണപ്പെട്ടു. ഇതേ സമയത്ത് തന്നെ തുളസി ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്, തനിക്ക് ഒരു നിമിഷം തെറ്റുപറ്റിയോ, പതിവ്രതയായിട്ട് പോലും തനിക്കൊരു തെറ്റുപറ്റിയോ, ഇത് യഥാർത്ഥത്തിലെ ശംഖുചൂടനല്ല എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോഴേ തുളസി തെള്ളി അകറ്റിക്കൊണ്ടിച്ചു, നീ ആരാണ്? എന്തിനാണ് നീ ഈ വേഷം കെട്ടി എൻ്റെ പാതിവൃത്യത്തെ തകർക്കാൻ വന്നത്? ആ കാര്യം നീ പറഞ്ഞില്ല എങ്കിൽ എൻ്റെ ശാപം നിനക്കുണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വിഷ്ണു ഭഗവാൻ ശംഖുചക്ര ഗദാധാരിയായി ആ തുളസി ആഗ്രഹിച്ച വൈകുണ്ഠനാഥനായിട്ട് പറഞ്ഞു. ആ രൂപത്തിലേക്ക് എത്തിയതിനു ശേഷം പറഞ്ഞു, ഞാൻ സാക്ഷാൽ വിഷ്ണുവാണ്. അവിടെ നിന്റെ പാതിവൃത്യം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? നീ ഇപ്പോൾ ധർമ്മധജന്റെ പുത്രിയായി ജനിച്ചിട്ടുണ്ടെങ്കിലും നീ യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയതമയായ ലക്ഷ്മി തന്നെയാണ്. പക്ഷേ എങ്കിലും തുളസിക്ക് ആ ജന്മതത്വം കൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. തുളസി പറഞ്ഞു, രാക്ഷസന്മാർ പോലും ചെയ്യാത്ത അധർമ്മമല്ലേ അങ്ങ് ചെയ്തത്, അങ്ങേക്ക് ഇത്രയും വലിയൊരു കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു, ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മകർത്തവ്യത്തിൽ ഏർപ്പെടുക എന്നതാണ് എൻ്റെ ദൗത്യം. പിന്നെയോ അത് മാത്രമല്ല, നീ മാത്രമല്ല, ശംഖുചൂടനും എന്നിലേക്ക് വരാൻ പ്രാർത്ഥിക്കുന്നവനാണ്. മനസ്സിലായില്ലേ? എന്നിലേക്ക് തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കൃഷ്ണാവതാര കാലത്തെ സുഹൃത്തായിരുന്ന സുധാമാവാണ് ആര്? ശംഖുചൂടൻ. അപ്പൊ അവനും എന്നിലേക്ക് വരണം. നീയും ബദരിയാശ്രമത്തിലെത്തി പ്രാർത്ഥിച്ചത് എന്നെ സ്വീകരിക്കാനല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വരണം. അപ്പൊ നിങ്ങളുടെ തപസ്സു കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. പിന്നെയോ നീ ലക്ഷ്മി ആയതുകൊണ്ട് എൻ്റെ സ്പർശനം കൊണ്ട് ഒരിക്കലും നിനക്ക് പാതിവൃത്യം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എങ്കിലും തുളസി പറഞ്ഞു, ഈ ജന്മം അല്ലേ, ആ ഒരു പാതിവൃത്യ ഭാവത്തോടു കൂടി എൻ്റെ ജന്മത്തിന് കളങ്കമേറ്റതുകൊണ്ട് ഈ ശരീരത്തെ ഞാൻ ഇനി കൊണ്ടു നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ ആര് ഉപേക്ഷിച്ചു? തുളസി ഉപേക്ഷിച്ചു. ഇതേ സമയത്ത് തന്നെ ശംഖുചൂടന്റെ അവസ്ഥ നമുക്കറിയാം. ശംഖുചൂടൻ അവിടെ മരണപ്പെട്ട നിമിഷം തന്നെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭാവത്തിൽ വിഷ്ണു ഭഗവാൻ, മനസ്സിലല്ലേ, ശംഖുചൂടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രഥവുമായി വന്നു ആ ആത്മതത്വത്തെ. ഇതേ സമയത്ത് തന്നെ സർവ്വ അസുരന്മാരും ദേവന്മാരും അതിശയിച്ചു പോയി. ഇത്രയും നേരം അവരൊക്കെ ശംഖുചൂടനെ ശത്രുവായ കണ്ടത്. ആ ശംഖുചൂടൻ ആ ശരീരത്തെ വെടിഞ്ഞതോടുകൂടി ആരെ പ്രാപിച്ചു? കൃഷ്ണനെ പ്രാപിച്ചു. ആ കൃഷ്ണനെ പ്രാപിച്ച അതേ സമയത്ത് തന്നെ സാക്ഷാൽ ശിവനും കൃഷ്ണനിലേക്ക് ലയിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം ഒന്നൊന്ന ഭാവത്തിലേക്ക് ലയിച്ചു. അവിടെ നിന്ന് ശംഖുചൂടന് സദ്ഗതിയും ഉണ്ടായി. ഇവിടെ തുളസിയാകട്ടെ ശരീരത്തെ ഉപേക്ഷിച്ചു. ശരീരത്തെ ഉപേക്ഷിക്കുന്നതോടുകൂടി തുളസി അവിടെ ഒരു നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. ആ ശരീരത്തിൽ നിന്ന് ഒരു നദി ഉത്ഭവിച്ചു. ആ ശരീരം പതിച്ച സ്ഥലത്ത് നിന്ന് ഒരു നദി ഉത്ഭവിച്ചു. പവിത്രമായ ഗണ്ഡകി എന്ന പേരോടുകൂടിയ നദി. അതിനെയാണ് ബ്രഹ്മപുത്ര എന്ന പേരിൽ പിന്നീട് ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന നദി. അതിങ്ങനെ ഒഴുകി അവിടെ ഭഗവാൻ തുളസിയെ അനുഗ്രഹിച്ചു. നീ തുളസിയായി ജനിച്ചാണല്ലോ എന്നെ ആദ്യം ആഗ്രഹിച്ചത്, അല്ലേ? സസ്യമായിട്ട് ആണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ട ആ സസ്യം എന്നുള്ള നിലയിൽ ലോകം മുഴുവൻ നിന്നെ ആരാധിക്കുന്നതായി മാറും. ലക്ഷ്മിയായി നീ ഈ തുളസി രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്നും ഉണ്ടാവും. ആ തുളസിയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പമായി ഏറ്റവും മഹത്വം. ആരാണോ തുളസിയെ
പൂജിക്കുന്നത്, ബഹുമാനിക്കുന്നത് അവർ കൃഷ്ണന് വിഷ്ണുവിന് പ്രിയപ്പെട്ടവരും തുളസിയെ നിന്ദിക്കുന്നവർ വിഷ്ണുവിന് അപ്രിയമുള്ളവരുമായി മാറും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പമായിട്ട് ഭഗവാന്റെ കഴുത്തിൽ ചാർത്തപ്പെടുന്ന മാലയായി എന്നും വന്നു ചേരാനുള്ള ഭാഗ്യം ആർക്ക് കൊടുത്തു? തുളസിക്ക് അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ലക്ഷ്മി ഭാവത്തിലേക്കും തുളസി എന്ന സസ്യത്തിലേക്കും ഈ നദിയായും 3 ഭാവത്തിലേക്ക് ഈ തുളസി മാറ്റപ്പെട്ടു. അങ്ങനെ ആ ഗണ്ഡകി നദിയായി ഒഴുകുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ ചെയ്തൊരു കർമ്മം ധർമ്മത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലേ, ഒരു മായയെ ഉറപ്പിടിവിച്ച് ഞാൻ യഥാർത്ഥ തുളസിയെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ പാതിവൃത്യത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരു ചെറിയ കർമ്മം ചെയ്തു. അത് തെറ്റായ കർമ്മമാണ്. അതിനകത്ത് തുളസിയുടെ കോപം ഉണ്ടായി. അതുമൂലം ഞാൻ ഈ നദിയിൽ ഒരു ശിലയായി ഞാൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടാവും. അപ്പോൾ നിരന്തരം ഈ നദിയിലൂടെ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആ ഭഗവാൻ അനുവദിച്ചു. ആ ശിലയായി രൂപപ്പെടുന്ന ആ ശിലയിൽ നിന്ന് ഉടലെടുക്കുന്ന ചെറിയ കല്ലുകൾ ഈ നദിയിലൂടെ വീണൊഴുകി വരുന്ന ഈ കല്ലുകളെയാണ് ഭഗവാന്റെ ദിവ്യമായ അംശമായി കാണുന്ന വിഷ്ണു പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിഷ്ണു വിഗ്രഹത്തേക്കാൾ ശ്രേഷ്ഠമായി, മനസ്സിലായില്ലേ? ഭഗവാന്റെ വിഷ്ണുവിൻ്റെ വിഗ്രഹം വെക്കുന്നതിനേക്കാളും 10 മടങ്ങ് ഭഗവാന്റെ ചൈതന്യമുണ്ടെന്ന് സങ്കല്പിക്കുന്ന ശിലകളുണ്ട്. ആ ശിലകളുടെ പേരെന്താ? സാളഗ്രാമം. മനസ്സിലായില്ലേ? ആ സാളഗ്രാമ രൂപത്തിൽ ഞാൻ വസിക്കുമെന്ന് വിഷ്ണു ഭഗവാൻ അങ്ങനെ തുളസിയെയും അനുഗ്രഹിച്ചു. അങ്ങനെ ആ വിഷ്ണു ഭഗവാനാണ്, ഇങ്ങനെയാണ് വിഷ്ണു ഭഗവാൻ സാളഗ്രാമമായി മാറിയ ചരിത്രം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ ഗണ്ഡകി നദിയിൽ ഭഗവാൻ ഒരു ശിലയായി, അങ്ങനെ ഒരു വലിയ പർവ്വതമായി അതിന് സമീപത്ത് ആ സദാസമയത്ത് ഗണ്ഡകിയെ സ്പർശിച്ചുകൊണ്ട് അവിടെയുണ്ട്. അതിൽ നിന്നുള്ള എന്തില്ല തുളസിയിലേക്ക്, അതായത് ആ ജ്ഞാനസ്വരൂപിണിയായ തുളസിയിലേക്ക് പതിക്കുന്ന ശിലകൾ ആരാധ്യമായ സാക്ഷാൽ നാരായണനും ലക്ഷ്മിയും ഒത്തുചേരുന്നതാണ് സാളഗ്രാമം. ആ സാളഗ്രാമമായി നിലനിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആ സാളഗ്രാമത്തിൻ്റെ പ്രാധാന്യം വളരെ വേഗത്തിൽ പറഞ്ഞാൽ, ഒരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുവിഗ്രഹം, ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് 10,000-കണക്കിന് സാളഗ്രാമങ്ങളാണ്. മനസ്സിലായില്ലേ? ആ സാളഗ്രാമമാണ് അതിൻ്റെ. അതാണ് ആ പത്മനാഭസ്വാമിയുടെ മഹാചൈതന്യം. അത് കടുശർക്കര എന്ന് പറയുന്ന ഒരു ആയുർവേദ വിധിപ്രകാരമുള്ള മരുന്നുകൾ ചേർത്തിട്ടാണ് ആ വിഗ്രഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഉള്ളിൽ നിറച്ചിരിക്കുന്ന സാളഗ്രാമവും രത്നങ്ങളും ഒക്കെയാണ് ഇത്. ആ മരുന്നുകൾ കൊണ്ടാണ്, അതുകൊണ്ടാണ് ആ വിഗ്രഹത്തിൽ അഭിഷേകമില്ലാത്തത്. കാരണം അത് പാറയോ തടിയോ ഒന്നുമല്ല, ലോഹങ്ങളോ ഒന്നുമല്ല. അത് ആയുർവേദ മരുന്ന് കൊണ്ട്, ഔഷധങ്ങൾ കൊണ്ട് സാളഗ്രാമങ്ങൾ നിറച്ചതായി. അപ്പോൾ ഒരു സാളഗ്രാമം തന്നെ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹത്തേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളതാണ്. അപ്പോൾ 1000-കണക്കിന് സാളഗ്രാമം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. അതിൻ്റെ ശക്തി ചൈതന്യം എത്ര വലുതാണെന്ന് നമ്മൾ വയ്ക്കുക. ആ രീതിയിലുള്ള സാളഗ്രാമത്തിൻ്റെ തലത്തിലേക്കും ആ തുളസി ചരിതം. അതുകൊണ്ട് നിത്യജീവിതത്തിൻ്റെ ആരാധനാമൂർത്തിയാണ് ആര്? തുളസി. അതുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെയൊക്കെ തിരുമുറ്റത്ത് സർവൈശ്വര്യദായിനിയായിട്ട് ആരുണ്ടാവണം? തുളസി ഉണ്ടാവണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും തുളസിക്ക് ദീപം കൊളുത്തുന്ന വീട്ടിൽ ഒരിക്കലും അന്നവും വസ്ത്രവും ജീവിതത്തിനുള്ള സൗകര്യവും ഒരിക്കലും ഐശ്വര്യത്തിന് കുറവ് ഉണ്ടാവുകയില്ല. ലക്ഷ്മി കടാക്ഷം എല്ലാത്തിലും പ്രധാനമായി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. തുളസിയെ പൂജിച്ചാൽ, ആ തുളസിക്ക് നിത്യേന ദീപം കൊളുത്തി തുളസിയെ നമസ്കരിച്ചാൽ അത്യന്തം പ്രധാനമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പൂർവ്വകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഇനിയും അവർക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ശ്രേഷ്ഠമായ സംസ്കാരത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുകയും വേണം.